നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ ആരാധ്യരെ വെല്ലുവിളിക്കുന്നതാണ് കഴിഞ്ഞ ആയത്ത്. അലഹും അർജുലും യംശൂന ബിഹ, അവർക്ക് പിടിക്കാവുന്ന കൈകളുണ്ടോ, നടക്കാവുന്ന കാലുകളുണ്ടോ, കാണുന്ന കണ്ണുകളുണ്ടോ, കേൾക്കുന്ന ചെവികളുണ്ടോ? എന്നിട്ട് അവരെ ഒക്കെ വിളിച്ചിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് എനിക്കെതിരെ തന്ത്രം മെനയാൻ അവരോട് പറഞ്ഞിട്ടാണ്. അതിൻ്റെ അത് തുടരാം. ഇന്ന വലിയ അള്ളാഹു, നിശ്ചയമായും എന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. എന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ ഒന്നുമല്ല. നിങ്ങൾ എത്ര വിപുലമായി സംഘടിച്ചാലും എത്ര വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലും എന്നെ ഭയപ്പെടുത്താനോ പിന്തിരിക്കാനോ നിങ്ങൾക്കാവില്ല. കാരണം എന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. അതാണ് നിങ്ങളാൽ നിർമ്മിക്കപ്പെട്ട് നിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന, നടക്കാൻ കഴിയുന്ന കാലോ, പിടിക്കാൻ കഴിയുന്ന കയ്യോ, കാണാൻ കഴിയുന്ന കണ്ണോ, കേൾക്കാൻ കഴിയുന്ന ചെവിയോ ഇല്ലാത്ത, വിളിക്കുന്നവരെക്കാൾ എത്രയോ താഴെയായ വെറും നിങ്ങളുടെ സൃഷ്ടികൾ മാത്രമായ വിഗ്രഹങ്ങളല്ല എന്നെ സംരക്ഷിക്കുന്നത്. ഇതൊക്കെ നമുക്കും കൂടിയുള്ള സംഗതികളാണ്. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ, സംരക്ഷകനായ, ഒന്നിനെയും ആശ്രയിക്കാത്ത, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന ഏകനായ അള്ളാഹുവാണ് എന്നെ സംരക്ഷിക്കുന്നത്. ആ അള്ളാഹുവാണ് നസ്സലൽ കിതാബ, ഈ വേദം എനിക്ക് പല ഘട്ടങ്ങളിലായി അവതരിപ്പിച്ചത്. ആ അള്ളാഹുവാണ് എനിക്ക് ഈ വേദം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ അള്ളാഹുവിനോടെ ബാധ്യതയുള്ളൂ. ആ അള്ളാഹുവിനെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ എന്ന് പറയാം. വഹുവ യത്തവല്ല സ്വാലിഹീൻ, എന്നെ മാത്രമല്ല ഈ വേദത്തെ, ഈ ദീനിനെ ഏറ്റെടുത്ത സാലിഹീങ്ങളെയും സംരക്ഷിക്കുന്നത് അതേ അള്ളാഹു തന്നെയാണ്, വേറെ ആരുമല്ല. ഇത് ഏത് കാലത്തേക്കുമുള്ള ഒരു വിശ്വാസികൾക്കുള്ളൊരു ബലമാണ്. ഈ ആയത്ത് ഒരു ബലമാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, പ്രഖ്യാപനമാണ് ഇത്. ഈ വത്തവല്ല സ്വാലിഹീൻ, സാലിഹീങ്ങളെ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. വല്ലദീന തദ്ഊന, നിങ്ങൾ വിളിക്കുന്നവർ, മിൻ ദൂനിഹി, ഈ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ വിളിക്കുന്ന ആ കൂട്ടരിൽ, അത് വിഗ്രഹങ്ങളായാലും മരിച്ചവരായാലും ജീവിക്കുന്നവരായാലും മക്ബറകളായാലും ഒക്കെ നിങ്ങളുടെ സംരക്ഷണം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന സംഗതികളാണ്. ലാ യസ്തതീഊന നസ്റക്കും, അവർക്ക് നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ആ ശേഷി തന്നെ അവർക്കില്ല. അവർ കേൾക്കുക പോലുമില്ല. നിങ്ങൾ ഗൗനിക്കാതിരുന്നാൽ കേവലം പാഴ്വസ്തുക്കളായി മാറുന്ന സംഗതികളാണ് അതൊക്കെ. അവർക്ക് വല അംഫുസഹും യൻസുറൂൻ, അവർക്ക് നിങ്ങളെ പോയിട്ട് അവരെ തന്നെ സഹായിക്കാൻ ശേഷിയില്ലാത്തവരാണ്. അതായത് ഇതൊക്കെ നമുക്ക് ചുറ്റും കാണാവുന്ന, നമുക്ക് തന്നെ നോക്കിയാൽ കാണാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹു അല്ലാത്ത ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരൊക്കെയും ഈ അനുയായികളുടെ സംരക്ഷണത്തിൽ നിൽക്കുന്നവരാണ്. അള്ളാഹു അങ്ങനെയല്ല. വഇൻ തദ്ഉഹും ഇലൽ ഹുദ, എന്തെങ്കിലും ഒരു മാർഗദർശനത്തിന് വേണ്ടി നിങ്ങൾ അവരെ വിളിച്ചാൽ, ഏത് നിലക്കും, അത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ, ഏത് നിലക്കുള്ളൊരു മാർഗദർശനത്തിന് വേണ്ടിയും അവരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വിളിക്കുന്നത് അവർ കേൾക്കുക പോലുമില്ല. കേട്ടു എന്നുള്ളതിന് നമുക്ക് യാതൊരു തെളിവുമില്ല. നമ്മൾ വെറുതെ അങ്ങനെ വിചാരിക്കുന്നു എന്നല്ലാതെ അവർ കേട്ടതെന്നോ ഉത്തരം ചെയ്തു എന്നോ, ഇന്നത്തെ ഒരു OTP സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുറേയൊക്കെ ഉറപ്പിക്കാമായിരുന്നു ഇവർ കേട്ട് ഉത്തരം ചെയ്തു എന്നൊക്കെ. എന്നിപ്പോൾ അതൊന്നും ഇല്ലത്, നമ്മൾ വെറുതെ അങ്ങ് വിചാരിക്കുന്നു, അത്രേ ഉള്ളൂ. തെറാഹും, നീ അവരെ കാണും, യൻദുറൂന ഇലൈക, നിന്നിലേക്ക് തുറിച്ചു നോക്കുന്നതായിട്ടൊക്കെ നീ അവരെ കാണും. കാരണം അത് അങ്ങനെ കണ്ണൊക്കെ തുറിച്ചിട്ട് നമ്മുടെ മോൾക്കുന്നതായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് നോക്കുകയാണ്. അല്ലാതെ അവർ വഹും ലാ യുബ്സിറൂൻ, അവരൊന്നും കാണുന്നൊന്നുമില്ല. നമുക്ക് വെറുതെ അങ്ങനെ തോന്നാം എന്നുള്ളത്. അതായത് നമ്മൾ ഓരോന്നും ഉദ്ദേശിച്ചിട്ട് അവർക്ക് ചില രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്ന ചില സംഗതികളാണ്. അവർ ഒന്നും ഒരിക്കലും കാണാൻ പോകുന്നില്ല. നിങ്ങൾ അവയുടെ മുന്നിൽ കേവലം കാലം കഴിക്കുക എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഉയർത്തിവെക്കപ്പെട്ട അവയുടെ കൈകൾ നിങ്ങളെ അനുഗ്രഹിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. വിഗ്രഹങ്ങൾ ആ സംഗതികളൊന്നും അറിയുന്നേ. അവയുടെ തേജസ്, അവയുടെ ചൈതന്യം, പ്രസാദം, കോപം എല്ലാം നമ്മൾ നിർമ്മിച്ച് അവരുടെ മേൽ ആരോപിക്കുന്നതാണ്.
ആ കല്ലുകളോ മരത്തടികളോ ലോഹക്കൂട്ടുകളോ ഇതൊന്നും അറിയുന്നു പോലുമില്ല. മനുഷ്യരെന്ന നിലയിൽ ആർക്കും കാണാനും കേൾക്കാനും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന കാര്യങ്ങളാണ്. മനുഷ്യർ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മളങ്ങ് ഉയർന്നു നിന്നാൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളായി പറയും. ഇനി പറയാം, ഇത് ഒരു വിശ്വാസികളുടെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ ഈ ആയത്തിലുണ്ട് എന്നുള്ളതാണ്. ഹുദിൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യുക. വഅ്മുർ ബിൽ ഉർഫി, നന്മ കൽപ്പിക്കുക. വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ അവഗണിക്കുക. ഈ 3 കാര്യം ഈ അധ്യായത്തിൽ, അതായത് ഈ സൂറത്തുൽ അറാഫിൽ ഇതുവരെ പറഞ്ഞതത്രയും സ്രഷ്ടാവിനെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, മനുഷ്യൻ്റെ നടപടികളെക്കുറിച്ച്, നിലപാടുകളെക്കുറിച്ച് ഈ പറഞ്ഞ തികഞ്ഞ യാഥാർത്ഥ്യങ്ങൾ അവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ. എന്നാൽ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താ വെച്ചാൽ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ യാഥാർത്ഥ്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ കാലികളെപ്പോലെ അങ്ങനെ കഴിയുന്നതായിട്ട് നമ്മൾ കാണുന്നു. തിന്നുകയും കുടിക്കുകയും രമിക്കുകയും മാത്രം ചെയ്തുകൊണ്ട് അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി കാണിക്കാതെ സ്വന്തം ദൗത്യത്തെ മറന്ന് ജീവിക്കുമ്പോൾ നമ്മളുടെ ഈ വിശ്വാസികളുടെ നിലപാട് അവരോട് എന്താണ് ആയിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹ് നമ്മളോട് പറയുന്നുണ്ടല്ലോ, റസൂലിനോട് പറയുന്നുണ്ട്, ഫല അല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ല യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. നീ നിൻ്റെ അവർ നീ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ പിന്നാലെ നടന്നിട്ട് ജീവൻ കളയേണ്ട കാര്യമൊന്നുമില്ല. അതായത് മനുഷ്യരുടെ ഇമാതിരി നടപടികളുടെ അടിസ്ഥാനം അള്ളാഹു അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ അംഗീകരിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത്തരം ജീവിതങ്ങൾക്ക് വേണ്ടത്ര ആകർഷണീയതയും ആസ്വാദനവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലും അതിൻ്റെ അപ്പുറം. ഇപ്പം നിങ്ങൾ ട്രംപിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ട്രംപ് ഡീലിൻ്റെ ആളാണ്. അയാൾ പറയുന്നത് ഓരോ ഡീലുകളും, ഞാൻ പണത്തിന് വേണ്ടിയൊന്നുമല്ല ഈ ചെയ്യുന്നത്, ഓരോ ഡീലുകളും ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആനന്ദം ഞാൻ അനുഭവിക്കും. ഇതൊന്നും ഒരു പക്ഷെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്ന ആസ്വാദനങ്ങളല്ല. പക്ഷേ അള്ളാഹു ഭൂമിയിലെ എല്ലാ കാര്യങ്ങൾക്കും, സർവ്വകാര്യങ്ങൾക്കും ഇങ്ങനെ ആനന്ദങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹ് പറയുന്നത്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തല്ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. എല്ലാ സംഗതികളും, ഭൂമിയിലുള്ള എല്ലാ സംഗതികളിലും അതിനൊരു ആകർഷണീയതും ആസ്വാദനവും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ആസ്വാദനങ്ങൾക്ക് പിറകെ പോകുമോ അതല്ല ശരിയായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പിറകെ പോകുമോ എന്നുള്ളതാണ് അള്ളാഹുടെ പരീക്ഷണം എന്ന് പറയുന്ന സംഗതി തന്നെ. അതാണ്. അതുകൊണ്ട് അല്ലാത്തവരെ പ്രാർത്ഥിക്കുകയോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരോ അല്ലാത്തവരെ അനുസരിക്കുന്നതോ ബലപ്രയോഗത്തിലൂടെ അവസാനിപ്പിക്കാൻ അങ്ങനെ ശ്രമിക്കരുതേ ചെയ്യരുത്. അത് സാധ്യമല്ല എന്നാണ്. നമ്മൾ അതൊന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാവരുത്. കാരണം അതൊക്കെ അള്ളാഹുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ലിനബ്ലുവഹും എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരോടുള്ള സമീപനം ഹുദിൽ അഫ്വ എന്നാണ്. അഫ്വ, വിട്ടുവീഴ്ച ചെയ്യുക. നമ്മൾ വെറുതെ മലം പിടിച്ചിട്ട് കാർക്കശ്യക്കാരനായിട്ട് അവരുടെ പിന്നാലെ നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാപ്പിൻ്റെ വിട്ടുവീഴ്ചയുടെ ഒരു സമീപനമാണ് എവിടെയും. അത് ഇവർ എത്തിപ്പെടുന്നത് ഒന്നോലെ വിഡ്ഢിത്തത്തിൻ്റെ പേരിൽ, വിവരക്കേടിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചതിയുടെ ഭാഗമായിട്ടൊക്കെയാണ്, ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ അവരെ കാണേണ്ടത്. അപ്പോൾ അവരോടുള്ള സമീപനം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ രോഗികളും വിശ്വഗ്രന്മാരും എന്നുള്ളൊരു സമീപനം ഉണ്ടാവുക. അതല്ലെങ്കിൽ വികൃതികളായ കുട്ടികൾ, രക്ഷിതാക്കൾ എന്ന് പറയുന്ന ഈ തരത്തിലുള്ള സമീപനങ്ങൾ ഇതേ ഫലപ്രദമാവൂ അവരുമായിട്ട് എന്നുള്ളതാണ്. അവരുമായിട്ട് ഫലപ്രദമാവുകയുള്ളൂ. അത് വീട്ടിലായാലും കുടുംബത്തിലായാലും നാട്ടിലായാലും പൊതുസമൂഹത്തിലായാലും വിശ്വാസി വിട്ടുവീഴ്ചയുടെ മുഖമായിരിക്കണം. അത് വിശ്വാസികൾ അങ്ങനെ ആയിരിക്കണം. അതാണ് റസൂലിനോട് പറയുന്നത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക് എന്ന് പറയുന്നത്. നിന്റെ മുഖം ഒരു കരുണയുടെ മുഖമല്ലായിരുന്നുവെങ്കിൽ നിന്നിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുമായിരുന്നു. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. ഖുർആൻ പല സ്ഥലത്തും പറയുന്ന കാര്യങ്ങളാണ്. ഈ സമീപനങ്ങളാണ് മനുഷ്യർ, വിശ്വാസികൾ പ്രത്യേകിച്ച് ഈ സമീപനങ്ങൾ എടുക്കണം. നമ്മൾ വളരെ കാർക്കശ്യത്തിൻ്റെ ഒരു സ്വഭാവം ഒന്നും എടുത്തിട്ട് പ്രത്യേകിച്ച് അവർക്കും മറ്റുള്ളവർക്കും കാര്യമില്ല, ഇയാൾക്കും പ്രത്യേകിച്ച് വിശ്വാസികളുടെ മറ്റുള്ളവരോടുള്ള മുഖം കാർക്കശ്യമല്ല, കാരുണ്യമാണ്, ഗുണകാംക്ഷയാണ്. വൽ ആഫീന
അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് ഈ വിശ്വാസികൾ. എന്നാൽ ഇത് സ്വന്തം നിലപാടിലുള്ള വിട്ടുവീഴ്ചയല്ല, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം വിശ്വാസത്തിലെ വിട്ടുവീഴ്ചയെ കുറിച്ചിട്ടല്ല പറയുന്നത്. സ്വന്തം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, നിലപാടുകളുടെ കാര്യത്തിൽ അള്ളാഹു റസൂലിനോട് വ്യക്തമാക്കാൻ കൽപ്പിച്ച അതേ നിലപാട് തന്നെ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. സ്വന്തം വിശ്വാസത്തിൽ വിട്ടുവീഴ്ച വരുത്തുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന സമീപനത്തിലാണ് നമ്മുടെ വ്യത്യാസമുണ്ടാവേണ്ടത്. അതായത് പരിഹാസത്തിൻ്റെയോ പ്രകോപനത്തിൻ്റെയോ യാതൊരു നിലക്കുള്ള സമീപനങ്ങളും വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരെ പരിഹസിക്കുകയോ അവരെ പ്രകോപിപ്പിക്കുകയോ ചെയ്യുന്ന യാതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാ ഖുർആൻ പറയുന്നത്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. വലാ തസുബ്ബുല്ലദീന, നമ്മൾ ചീത്ത പറയരുത് എന്ന് പറയുമ്പോൾ സബബ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സുബ്ബ് വരുന്നത്. അതായത് ഈ വിളിക്കുന്നവരെ പ്രകോപിപ്പിക്കുന്ന കാരണങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ പ്രകോപിപ്പിക്കുന്ന യാതൊരു നടപടികളും വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അവരുടെ ആ നടപടിയെ പരസ്യമായിട്ട് ചീത്ത പറയുകയോ അവരുടെ വിഗ്രഹങ്ങളെ നിന്ദിക്കുകയോ യാതൊരു നിലക്കുള്ള നടപടികളും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുള്ള സ്വാതന്ത്ര്യവും അള്ളാഹു ആണ് അവർക്ക് കൊടുത്തത് എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മൾ പ്രകോപിപ്പിച്ചാൽ അവർ അറിവില്ലാതെ അള്ളാഹുവിനെ ചീത്ത പറയുന്നവരായി മാറുകയും അതിന് നമ്മൾ കാരണക്കാരാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമായി മാറും. കദാലിക സയ്യന്നാലിക്കും ലി ഉമ്മത്തിൻ അമലഹും. കണ്ടോ, ഓരോ ഉമ്മത്തിനും അവരുടെ അമലുകൾ ആസ്വാദ്യകരമാക്കിയിട്ടുണ്ട്. ആര്? ഞാനാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹ് പറയാം, ഞാൻ ആക്കിയിട്ടുണ്ട്. സുമ്മ ഇലാ റബ്ബിഹിം മർജിഉഹും ഫയുനബ്ബിഉഹും ബിമാ കാനൂ യഅമലൂൻ. അതൊക്കെ ഇതിനു വേണ്ടി തന്നെ, ഈ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അത് യാതൊരു ആകർഷണവും ഇല്ലാത്തൊരു സംഗതിയിലേക്ക് ഒരാളും പോയി കയറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ അത്യാവശ്യം ആകർഷണീയതയും ആസ്വാദനങ്ങളൊക്കെ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒക്കെ പിന്നിൽ അവർ പോവും. അതൊക്കെ അള്ളാഹ് പരിവച്ചിട്ടുള്ള പരീക്ഷണം. അതൊക്കെ പിന്നെ അള്ളാഹ് അവിടെ എത്തിയാൽ നോക്കിക്കോളും എന്നല്ലാതെ നമുക്ക് അതിൻ്റെ മുകളിലൊന്നും ചാടിക്കയറാൻ. അതായത് വിശ്വാസ വൈവിധ്യങ്ങൾ എന്തുകൊണ്ട് ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം ശരിക്കും നമ്മൾ ഗ്രഹിച്ചിരിക്കണം. എല്ലാ തരം വിശ്വാസക്കാർക്കും അവരുടെ വിശ്വാസങ്ങളിൽ ചില ആസ്വാദനങ്ങളുണ്ട്. അതാണ് കദാലിക സയ്യന്ന ലി കുല്ലി ഉമ്മത്തിൻ അമലഹും എന്ന് പറയുന്നത്. എല്ലാ വിശ്വാസങ്ങൾക്കും അവരുടേതായ ഒരാകർഷണീയത ഉണ്ടാവും. നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിലെന്താ ഉള്ളത് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതങ്ങനെയല്ല. അവരുടെ ഉള്ളിൽ അതിൻ്റെ ചില സംഗതികളുണ്ടാവും. ആ ആസ്വാദനങ്ങളുടെ പിറകെ പോകുമോ, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരുമോ എന്നതാണ് അടിസ്ഥാന പരീക്ഷണം. ഈ ആസ്വാദനത്തിനാണോ മുൻഗണന കൊടുക്കുക, അതോ യാഥാർത്ഥ്യങ്ങൾക്കാണോ മുൻഗണന കൊടുക്കുക? അത് മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് വേണ്ട നിലക്ക് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. അവരെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്തിക്കും വിധമുള്ള സമീപനങ്ങളാണ് വിശ്വാസിയിൽ നിന്നുണ്ടാവുന്നത്. അതാണ് വഖൂലൂലഹും ഖൗലൻ ബലീഗ എന്നൊക്കെ പറയുന്നത്. അവരുടെ ഉള്ളിലേക്ക് ആഞ്ഞു തറക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുക എന്നല്ലാതെ, നല്ല ലെവലിൽ സംസാരിക്കുക എന്നല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. കാർക്കശ്യമോ പരിഹാസമോ പ്രകോപനമോ ഒന്നും ആരെയും ശരിയായ വിശ്വാസത്തിലേക്ക് എത്തിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു, ബഷിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ സന്തോഷിപ്പിക്കുക, വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പിക്കരുത്. യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കുക, വലാ തുഅസ്സിറു, നിങ്ങൾ പ്രയാസമുണ്ടാക്കരുത് മനുഷ്യർക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ നാഥൻ എന്നോട് കൽപ്പിച്ചു, സന്തോഷത്തിലും സന്താപത്തിലും നീതിപൂർവം സംസാരിക്കുക. നമ്മളുടെ വികാരങ്ങൾക്ക് ഒത്തുവച്ചിട്ട് മാത്രമല്ല സംസാരിക്കുന്നത്, വിവേകത്തിന് അനുസരിച്ചാണ് സംസാരിക്കേണ്ടത്. നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം പുലർത്തുക. നിന്റെ അവകാശം നിഷേധിച്ചവന് നീ അവകാശം വകവെച്ചു കൊടുക്കുക. നിന്നോട് അന്യായം പ്രവർത്തിച്ചവന് മാപ്പ് നൽകുക. ഇതൊക്കെ റസൂലിൻ്റെ പാഠങ്ങളാണ്. വ ഉമുർ ബിൽ ഉർഫ്. ഉർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മഅറൂഫ് എന്ന് പറയുന്നത്. അംറും ബിൽ മഅറൂഫ് എന്ന് പറയുന്നത് വിശ്വാസിയുടെ അടിസ്ഥാന ബാധ്യതകളിലൊന്നാണ്. അതായത് സമൂഹത്തിനോട് അംറും ബിൽ മഅറൂഫ്, അത് വ്യക്തികളോട്, കുടുംബത്തിനോട്, സമൂഹത്തിനോടൊക്കെ. അത് അള്ളാഹ് പറയണ ഇങ്ങനെ, വൽ തക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്
നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടായിത്തീരണം. അതായത് റസൂലിനെ സഹാബത്തിനെ മുന്നിൽ നിർത്തുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്. നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്ത് യദ്ഉന ഇലൽ ഖൈരി, നന്മയിലേക്ക് വിളിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം. അത് ഏത് കാലത്തും ഉണ്ടാവണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങൾ ആ ഖൈറു ഉമ്മത്താണെന്ന് പറഞ്ഞിട്ടാണ് ആ സമൂഹത്തിനെ തന്നെ അള്ളാഹു മുന്നിൽ നിർത്തുന്നത്. അത് മഅറൂഫ് കൽപ്പിക്കുക, തിന്മ തടയുക എന്ന് പറയുന്ന ആ സംഗതി മനുഷ്യർക്ക് തിന്മ തടയലൊന്നും എല്ലായ്പ്പോഴും ചിലപ്പോൾ സാധിച്ചോടുന്നില്ല. പക്ഷേ നന്മ കൽപ്പിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും നിലക്കൊക്കെ എപ്പോഴും സാധ്യമാവും. തിന്മ തടയണമെങ്കിൽ പല വസ്തുക്കളും ഒത്തുവരേണ്ടി. അംറും ബിൽ മഅറൂഫ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക ബാധ്യതയാണ്. മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹിക ബാധ്യതയാണ്. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഗ്യാരണ്ടിയാണ് അംറും ബിൽ മഅറൂഫ് എന്ന് പറയുന്നത്. അതായത് വൈകൃതമില്ലാത്ത മനുഷ്യപ്രകൃതി പൊതുവിൽ നല്ലതെന്ന് മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും മഅറൂഫാണ്. അതിന് മഅറൂഫ് എന്ന് പറയും. സവിശേഷമായിട്ട് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഉറുഫ് എന്നൊക്കെ പറയുമ്പോൾ ദീനിൽ നമ്മൾ ഈ ദീനിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ വേറെ ചില കാഴ്ചകൾ കൂടി നമുക്ക് കിട്ടും. എന്താ വെച്ചാൽ നല്ലതെന്ന് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പൊതുവെ മനുഷ്യർ അത്ര പ്രാധാന്യം കൊടുക്കില്ല. എന്നാൽ വേറെ ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഈ മാസവുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം. ഇപ്പോൾ ഈ ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. എല്ലാവരും പരക്കെ വ്യാപകമായിട്ട് പള്ളികളിൽ ആളുകളോട് ഇത് നോക്കാൻ പറയും. 3 യാസീനോ 5 യാസീനോ അങ്ങനെ പല കണക്കും പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു മഅറൂഫല്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ആരും പഠിപ്പിച്ചതല്ല ഈ ബറാഅത്ത് നോമ്പ്. എന്നാൽ ഷഅബാനിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുത്തിട്ടുള്ളത് ഈ ഷഅബാനിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ അവരുടെ റമദാനിൽ ഖദായ നോമ്പുകൾ നോറ്റുവീട്ടാൻ തിരഞ്ഞെടുത്തിരുന്നത് ഈ ഷഅബാനാണ്. അതായത് ഷഅബാനിൽ നിങ്ങൾക്ക് എത്ര നോമ്പ് നോക്കണമെന്നാണ്. ഒരു ബറാത്ത് നോമ്പിൻ്റെ കാര്യമല്ല ഈ പറയണത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുമാതിരി ഷഅബാനിൽ പ്രത്യേക ഒരു നമസ്കാരം, എന്താണ് സിലാത്തുൽ അൽഫിയെ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് 1000 റക്അത്ത് ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് എന്നൊക്കെ ഇതൊന്നും റസൂല് പഠിപ്പിച്ചതല്ല. പക്ഷേ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഈ ഷഅബാനിൽ ഇപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പിനെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് റസൂല് പറഞ്ഞു. എന്താ നോമ്പിൻ്റെ പ്രത്യേകത? ഒന്നരവിട്ടിട്ടുള്ള നോമ്പാണ്. കാരണം ഈ കണ്ടിന്യൂ ആയി നോമ്പെടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഒന്നരാട നോമ്പെടുക്കൽ. ദാവൂദ് നബിയുടെ നോമ്പ് അങ്ങനെയെന്ന് തന്നെ. ഈ ഷഅബാനിൽ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഈ ഷഅബാനിൽ ചെയ്യാന്നല്ല ഏറ്റവും കൂടുതൽ നോമ്പെടുക്കേണ്ടതാണ്. കാരണം റസൂൽ അതിനെക്കുറിച്ച് പറഞ്ഞത് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഇത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഷഅബാനിലാണല്ലോ താങ്കൾ ഏറ്റവും അധികം നോമ്പെടുക്കുന്നത്. അപ്പോൾ റസൂല് പറയുന്നത് എന്താ വെച്ചാൽ ഈ റജബിൻ്റെയും റമദാൻ്റെയും ഇടയ്ക്ക് അശ്രദ്ധയിൽ വന്നു പോകുന്നൊരു മാസമാണത്. കാരണം റജബ് അവർക്കറിയാം, കാരണം മുഹറമായ മാസമാണ്, യുദ്ധമറാമായ മാസം, അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള. റമദാനാണിച്ചെങ്കിൽ ഖുർആൻ അവതരിച്ച അതിലിടക്ക് ഇത് വിസ്മരിക്കപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത്. അതൊക്കെ ഈ ഷഅബാനിനെ കുറിച്ചിട്ടാണ്. ഷഅബാനിനെ കുറിച്ച് വളരെ പ്രത്യേകത ഉണ്ട്. ഷഅബാൻ 15-നുണ്ട് പ്രത്യേകത. ഈ ഷഅബാൻ 15-നുണ്ട് പ്രത്യേകത. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഷഅബാൻ മാസത്തിലാണ് നമ്മളുടെ കർമ്മങ്ങളൊക്കെയും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം. അത് ഈ 15-നൊക്കെ പ്രത്യേകത ഉണ്ട്. പക്ഷേ ഈ 15-ന് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല. 15-ന് പ്രത്യേക ഒരു നോമ്പെടുക്കാൻ പറഞ്ഞില്ല. അതേ സമയത്ത് ഈ ഷഅബാനിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും നോമ്പെടുക്കൽ വളരെ ആ കാര്യങ്ങളൊന്നും പറയില്ല. എന്നിട്ട് ഈ ഇല്ലാത്ത ഒരു കാര്യം ഇതിലേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി വളരെയധികം പറയും. ഇതാണ് മഅറൂഫായ കാര്യങ്ങൾ പറയണം എന്ന് പറയുന്നത്. ഇത് മഅറൂഫ് അല്ലാത്ത മുൻകറായ കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തോട് പറയാം, മുസ്ലിമീങ്ങളോട് പറയാം. മഅറൂഫ് മറച്ചു വെക്കുക. ഇത് എല്ലാ കാര്യത്തിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെല്ലാ കാര്യത്തിലും നടക്കുന്നു. ദീനിൻ്റെ വിഷയത്തിലുണ്ട്, അല്ലാത്ത വിഷയങ്ങളിലും ഒക്കെയുണ്ട്. നന്മയെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, നന്മയെ പ്രോത്സാഹിക്കുന്ന പ്രഭാഷണങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒക്കെ ഈ മഅറൂഫിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് അതിലേറ്റവും പ്രധാനം എന്താ വെച്ചാൽ ഈ സ്രഷ്ടാവിനെക്കുറിച്ച് യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളെക്കുറിച്ച് അറിയിക്കൽ, അംഗീകരിക്കലുമൊക്കെ ഏറ്റവും
പ്രഥമമായ ബാധ്യത. മറ്റെല്ലാ നന്മകളുടെയും അടിത്തറയും അതാണ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഈ പറച്ചിലാണ്. അതില്ലാത്ത ഒരു നന്മയും പരലോകത്ത് മുതൽക്കൂട്ടാവുന്ന പരിപാടി ഏതായാലും ഇല്ല. വഅരിദ് അനിൽ ജാഹിലീൻ. മൂന്നാമത്തെ കാര്യം ഇറാദ്. ഒരു കാര്യം കാണാതിരിക്കാൻ വേണ്ടി മുഖം തിരിക്കുക എന്ന് പറയുന്നതാണ് ഈ ഇറാദ് എന്ന് പറയുന്നത്. ഒരു കാര്യം കാണണ്ട എന്ന് പറയട്ടെ, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക, പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക, ഇതൊക്കെ ഈ ഇറാദിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ ജാഹിലി എന്ന് പറയുമ്പോൾ യാതൊരു അറിവുമില്ലാത്ത ഒരു മൂടൻ വിഡ്ഢി എന്നൊന്നല്ല അർത്ഥം. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അറിവും ബുദ്ധിയും ധാരാളം ഉണ്ടെങ്കിലും നടപടികൾ വിവേകശൂന്യമായവരെയാണ് ജാഹിലി എന്ന് വിളിക്കുക. നടപടികളെ കൊണ്ട് അവർ വിവേകശൂന്യരായിരിക്കും. അതായത് അതുകൊണ്ടാണ് അംറു ബിൻ ഹിഷാം എന്ന ആൾ അബൂജാഹിലായത്. 2 ആളുകളെ ഇതിലേക്ക്, ഈ ദീനിലേക്ക് അടുപ്പിക്കണം എന്ന് പറഞ്ഞ് റസൂല് പ്രാർത്ഥിക്കുന്നത് ഒന്ന് അംറു ബിൻ ഹിഷാമിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയാണല്ലോ. അന്തം കുന്തം ചെയ്യാത്ത ഒരാൾ ഇതിലേക്ക് കൊണ്ടുവരാൻ റസൂല് പ്രാർത്ഥിക്കില്ലല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും കേമനായ ഒരാളാണ്, പക്ഷേ വിവേകമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഗംഭീരനായ അബൂജാഹിൽ, ആ അംറു ബിൻ ഹിഷാം എന്ന് പറയുന്ന വ്യക്തി അബൂജാഹിലായി മാറുന്നത്. വിവേകം ഇല്ലാതിരിക്കും. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിവേകികളോട് എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നാണ്. അത് അവിവേകികളുടെ പ്രവർത്തനങ്ങളെ, വർത്തമാനങ്ങളെ പരമാവധി നമ്മൾ അവഗണിക്കണം എന്നുള്ളതാണ്. അത് ഖുർആൻ പല സ്ഥലത്തും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അവിവേകികളായ ആളുകൾ, അവർ നമ്മൾ പറഞ്ഞല്ലോ ബുദ്ധിയും അറിവും വിവരമൊക്കെ ഉള്ള ആളുകളായിരിക്കും. അവർ അവരുടെ ഇടം കണ്ടെത്താൻ ശ്രമിക്കും. സമൂഹത്തിൽ അവരുടെ ഇടം കണ്ടെത്താൻ അവർ ശ്രമിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അവിടെ പാലുണ്ട്, നന്മയൊക്കെ ഉണ്ടെങ്കിലും അവർ ഈ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു മൈൻഡ് അവർക്കുണ്ടാവും. അപ്പോൾ അവർ അത് സമൂഹത്തിൽ ഇടപെടാനും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ വെള്ളാപ്പള്ളിമാർ, ബാലന്മാർ, ജോർജുമാർ, അമ്പലക്കടവ്, ഉമ്മർ പൈസിമാർ, ശശികലമാർ, സെൻകുമാർമാർ, ഇവരൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഇവർക്കൊക്കെ പ്രത്യേകമായ ചില താല്പര്യങ്ങളുണ്ട്, ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, അറിവുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അവർ അവരുടേതായ ഒരു ഇടം കണ്ടെത്താൻ ഈ സമൂഹത്തിൽ ഇങ്ങനെ ശ്രമിക്കും. അതായത് അവർ അതിനൊക്കെയുള്ള നിലപാട് പറയാം. അവരുടെ ഒരു വർത്താനം സമൂഹം ഏറ്റെടുക്കാൻ പാടില്ല. വിശ്വാസി സമൂഹം അവരുടെ ഒരു വർത്താനം ഏറ്റെടുക്കാൻ പാടില്ല. സമൂഹത്തിൽ ഒരിക്കലും നിറഞ്ഞു നിൽക്കാൻ ഈ വിശ്വാസികൾ അവരെ അനുവദിക്കരുത്. വിവേകരാഹിത്യം മനുഷ്യനെ പടുവിഡ്ഢികളാക്കും. അവർ പിന്നെ വിളിച്ചു പറയണതിൽ യുക്തിയും ബോധമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർക്ക് മറുപടി പറഞ്ഞാൽ അവർ ഒന്നും ഗ്രഹിക്കില്ല. നമ്മൾ വിചാരിക്കും ഇവരോട് 4 വർത്താനം കണ്ട് പറഞ്ഞാൽ ഇവരങ്ങ് ഫ്ലാറ്റാവുന്നു. ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല. അവരെ കൂടുതൽ ദ്രോഹികളാക്കുകയാണ് ചെയ്യുക. അവരോട് പറയുന്ന മറുപടികൾ, അവർക്കുള്ള മറുപടികൾ അവർക്കുള്ള അംഗീകാരമായിട്ടാണ് അവർ കണക്കാക്കുക എന്നുള്ളതാണ്. എത്ര ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ അംഗീകാരമാണ് ആയിട്ടാണ് അവർ കണക്കാക്കുക. അതായത് തിന്മകളുടെ പ്രചാരം അവയോടുള്ള ജനമനസ്സുകളുടെ ഗൗരവം കുറക്കുന്നുള്ളതാണ്. തിന്മ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ ജനമനസ്സുകളിൽ അതിനുണ്ടായിരുന്ന ഗൗരവം കുറഞ്ഞു പോകും. അതാണ് അവരോടുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്ന് എന്ന് പറയുന്നത് അവരെ അവഗണിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മളിപ്പോൾ നൽകുന്നത് എന്താ വെച്ചാൽ അവർക്ക് പത്മഭൂഷൺ നൽകുകയാണ്. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അവഗണിക്കേണ്ട ഒരു വിഭാഗത്തിന് നമ്മൾ പത്മഭൂഷണമൊക്കെ നൽകി ആദരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിവേകികളെയും അവരുടെ ചെയ്തികളെയും അവഗണിക്കൽ ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിശ്വാസികളുടെ ഗുണങ്ങൾ എണ്ണി പറഞ്ഞ ഒരു സ്ഥലത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അതായത് ഈ വിടുവായത്തങ്ങൾ വർത്തമാനമൊക്കെ പറയുന്നത് അതിനൊക്കെ അവഗണിക്കുന്നവരാണ് വിശ്വാസികളുടെ ക്വാളിറ്റിയായി എണ്ണി പറഞ്ഞതാണ്. വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു, അവർ ഈ ലഗ്വിനെ കേട്ടാൽ അതിനെ അവഗണിക്കും. വഖാലു, അവർ പറയും, ഈ വിശ്വാസികൾ പറയും, ലനാ അഅമാലുന, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി, നിങ്ങൾക്ക് നിങ്ങളുടെ പണി, നിങ്ങളുടെ പണി എടുത്തോളി, ഞങ്ങളതൊന്നും പരിഗണിക്കാൻ പോകുന്നേയില്ല. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു പോകും. ലാ നബ്തഗിൽ ജാഹിലീങ്ങളെ ഞങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ കാണേണ്ട ആവശ്യമില്ല. വേറൊരുത്തി പറഞ്ഞ വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, അവർ നിങ്ങളോടൊരു സംവാദത്തിന് വന്നാൽ തന്നെ നിങ്ങൾ സലാം പറഞ്ഞ് പിരിഞ്ഞു പോകും. അവരുമായി ഒരു ചർച്ചയ്ക്ക് പോലും നമ്മൾ ഇരിക്കില്ല.
ഈ ജാഹിലീങ്ങളെ സംബന്ധിച്ച്. അത് നമ്മൾ ജാഹില് എന്ന് പറഞ്ഞാൽ ആരാണെന്നും കൂടി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ജാഹില് വിവരം കെട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ആ തരത്തിലുള്ള വിവരം കെട്ടവനല്ല. ഇത് എല്ലാ വിവരങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അവിവേകത്തെ കൊണ്ട് നടക്കുന്ന ടീമാണ്. അവരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ വിശ്വാസികളുടെ അടിസ്ഥാന സ്വഭാവങ്ങളായി ഉണ്ടാവണം. അതൊക്കെ ഈ അഹ്റാഫ് സൂറത്തിൻ്റെ അവസാനത്തിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഒരു വിശ്വാസി സമൂഹത്തിനെ വാർത്തെടുക്കുന്ന എല്ലാവിധ അറിവുകളുടെയും ഒരു അഹ്റാഫ് എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിരവധിമായ അറിവുകളുടെ ജ്ഞാനങ്ങളുടെ ഒരു ശേഖരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി അടുത്തത് മദനി അധ്യായമായ അൻഫാലാവുന്നത്. ഇതിലാണ് നമ്മുടെ വിശ്വാസം ഉറക്കേണ്ടത്. ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ രൂപങ്ങളാണ് മദീന ആയത്തുകളിലൊക്കെ സൂറകളിൽ വരിക. അപ്പോൾ ഇതൊക്കെ ഈ അഹ്റാഫ് എന്ന് പറഞ്ഞാൽ സവിശേഷമായി പഠിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇത്രയും ഈ ആഴത്തിലുള്ള കാര്യങ്ങൾ ഇതിലിങ്ങനെ നിറച്ചു വച്ചിട്ടുണ്ട് ഈ അധ്യായത്തിൽ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസത്തിന് ഗൗരവം കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. വിട്ടുവീഴ്ച, നമ്മളുടെ ഒരു ഇതെന്താ വെച്ചാൽ, വിട്ടുവീഴ്ച എന്ന് നമ്മൾ പറയുമ്പോൾ, അഫ്വ് ചെയ്യുക എന്ന് നമ്മൾ പറയുമ്പോൾ, പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ഭീരുക്കളായി പോകുമോ, തോറ്റുപോകുമോ, വിലകെട്ടവരാകുമോ എന്നൊക്കെ സാധാരണ തോന്നലുകൾ നമുക്ക് ഉണ്ടാവാം. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ആയത്തുമായി ബന്ധിപ്പിച്ചിട്ടാണ് കേട്ടോ. അടുത്ത ആയത്ത് വരുമ്പോൾ ഈ സംഗതി മനസ്സിലാവും. നന്മ കൽപ്പിക്കലും അതിനോട് ചേർന്ന് നിൽക്കുക. തിന്മകളെ സാധ്യമായ തോതിൽ നമ്മൾ തടയാൻ ശ്രമിക്കുക. അവിടെയും പലതരം ഭീതികൾ നമ്മളെ വലയം ചെയ്യും. അവിവേകികളെ അവഗണിക്കുക. അവർക്ക് മറുപടി പറയാനും കൊമ്പ് കോർക്കാനുമുള്ള ത്വര നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇവനോട് 4 പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറയുന്ന ആ ത്വരയും നമ്മളുടെ ഉള്ളിലുണ്ടാവും. അതായത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇന്ന ഷൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം എന്ന റസൂൽ പറയുന്നത്. ഷെയ്ത്താൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രക്തം സഞ്ചരിക്കുന്ന ഇതിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്നു. അതായത് ഷെയ്ത്താന് നമ്മുടെ മേൽ ചില സ്വാധീനങ്ങളുണ്ട് എന്നുള്ളത്. ഈ 3 നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോഴും ഇതിനെതിരെ നമ്മളെ ഷെയ്ത്താൻ ഇങ്ങനെ പ്രലോഭിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അടുത്തത് വഇമ്മാ യൻസഗന്നക മിനശ്ശൈത്താനി നസ്ഗുൻ. ഇതിനൊക്കെ എതിരെ വരുന്ന ചില ഭീതികളായിട്ടും നമ്മുടെ ചില പോരായ്മകളായിട്ടൊക്കെ തോന്നുന്ന ചില സംഗതികളുണ്ടല്ലോ. സംഗതി പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവും. ഈ 3 സംഗതികൾക്ക് എതിരെ വരുന്ന ആ തോന്നലുകളാണ് ഈ ഷെയ്ത്താൻ്റെ നസ്ഗ് എന്ന് പറയുന്നത്. അതായത് നന്മക്കെതിരെ നമ്മളെ മറ്റു വഴിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആ ഓപ്പോസിറ്റ് സംഗതികളുണ്ടല്ലോ. കുത്ത് എന്നൊക്കെയാണ് ഈ നസ്ഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം. പ്രലോഭനം, പ്രകോപനം, ഈ വക സംഗതികൾ. അത് ഈ ഷെയ്ത്താൻ്റെ ഭാഗത്തുനിന്ന് ആ നസ്ഗുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്. ഫസ്തഇദ് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ അഭയം തേടണം. അതായത് വിവേകപൂർണമായ ഈ 3 കാര്യങ്ങൾ വിശ്വാസികളുടെ ഫലപ്രദമായ 3 ആയുധങ്ങളാണ്. വിശ്വാസി ഈ 3 ആയുധങ്ങൾ മുറുകെ പിടിക്കണം. വ്യക്തികളെയും സമൂഹങ്ങളെയും സംസ്കാര സമ്പന്നമാക്കുന്ന 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. തീർച്ചയായും സ്രഷ്ടാവിനെ വെല്ലുവിളിച്ച് മനുഷ്യരെ ശത്രുവായി പ്രഖ്യാപിച്ച് മനുഷ്യനെ വഴിപിഴപ്പിക്കാനുള്ള അനുവാദവും അവസരങ്ങളും ചോദിച്ചു വാങ്ങിയ ഈ സൂറയുടെ തുടക്കത്തിൽ വിശദമായി പരിചയപ്പെടുത്തിയ ഇബ്ലീസ്, ഈ സൂറയുടെ തുടക്കത്തിൽ ഇബ്ലീസിനെ വിശദമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ പടയാണ് ഷെയ്ത്താൻ. ആ ഷെയ്ത്താൻ നമ്മുടെ ഈ സംഗതികളൊന്നും വെറുതെ കണ്ടിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല. അങ്ങനെ ധരിക്കേണ്ട. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഈ ഷെയ്ത്താനൊക്കെ കുറിച്ചിട്ടുള്ള ഈ മുന്നറിയിപ്പുകൾ ഈ സൂറയുടെ തുടക്കത്തിൽ നമുക്ക് തരുന്നത്. തീർച്ചയായും മനുഷ്യൻ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ്. അള്ളാഹു നിശ്ചയിച്ച എല്ലാ പരീക്ഷണങ്ങളും അവൻ്റെ മേലുണ്ടാവും. തഖ്വയിലേക്കും ഫുജൂറിലേക്കും ഇൽഹാം ചെയ്യപ്പെട്ട ഘടനയാണ് മനുഷ്യനുള്ളത്. അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, അത് മനുഷ്യൻ്റെ ഘടനയാണ്, മറ്റു സൃഷ്ടികളെ പോലെയല്ല. 2ലേക്കും പോകാൻ മനുഷ്യന് സാധിക്കും. ഫുജൂർ താരതമ്യേന എളുപ്പമാണ്.
ഫുജൂറിലേക്ക് പോവൽ താരതമ്യേന എളുപ്പമാണ്. സഹായി ശൈത്താനാണ്. തഖ്വയുടെ മാർഗം ശ്രമകരമാണ്. സഹായികൾ മലക്കുകളാണ്. സഹായികൾ മലക്കുകളാണ്. ആ സംഗതി തന്നെ ശ്രമകരമാണ്. തഖ്വയുടെ മാർഗത്തിൻ്റെ പ്രകൃതം തന്നെയും ശ്രമകരമായി സാധിച്ചെടുക്കാവുന്ന സംഗതിയാണ്, എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഫലഖ്തഹമൽ അഖബ, നിങ്ങൾ അഖബ താണ്ടുവാൻ. അഖബ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് പാസ് എന്നാണ് അതിൻ്റെ അർത്ഥം, ദുർഘടമായ പാത. അത് തഖ്വയുടെ മാർഗത്തിൻ്റെ സവിശേഷതയാണ്. മറ്റത് എളുപ്പമാണ്, ശൈത്താൻ്റെ സഹായമുണ്ടാവും. ഇത് ദുർഘടമാണ്, മലക്കുകളുടെ സഹായമുണ്ടാവും. ഇതാണ് ഇതിൻ്റെ സംഗതികൾ. വിശ്വാസികൾക്ക് നിർദ്ദേശിക്കപ്പെട്ട ഈ മാർഗങ്ങൾ അടക്കം എല്ലാ മാർഗങ്ങളും, അല്ലെങ്കിൽ എല്ലാ മാർഗങ്ങളും ഇതിൽ പെടും, പിശാചിന് അരോചകമായ മാർഗങ്ങളാണ്. അതായത് ശൈത്താന് മനുഷ്യർക്കുമേൽ ചില സ്വാധീനങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന ശൈത്താന ലമ്മത്തം ബി ഇബ്നി ആദം വൽ മലക്കു ലമ്മത്തം അമ്മാ ലമ്മത്തു ശൈത്താൻ ഫഈആദും ബിശ്ശർരി വതക്ദീബു ബിൽ ഹഖ്. അതായത് മനുഷ്യരുടെ മേൽ ശൈത്താന് ചില സ്വാധീനങ്ങളുണ്ട്, മലക്കുകൾക്കും സ്വാധീനമുണ്ട്. ശൈത്താൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഷെറിലേക്കും യാഥാർത്ഥ്യത്തെ കളവാക്കുന്നതിലേക്കും നമ്മളെങ്ങനെ ക്ഷണിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. മലക്കുകളുടെ സ്വാധീനം എന്ന് പറയുന്നത് ഹൈറിലേക്കും യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കാണുന്നതിലേക്കും നമ്മളെ കൊണ്ടുപോകാൻ. അപ്പോൾ പമൻ വജദാലിക്ക, അതായത് ഈ നല്ലതിലേക്കുള്ള ഒരു സ്വാധീനം, ഒരു പ്രേരണയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഫൽ യഅലം അന്നഹു മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഫൽ യഹ്മദുല്ലാഹ അലാ ദാലിക, അതിനു വേണ്ടി അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. മറ്റേത് വരുമ്പോൾ വമൻ വജദൽ ഉഖ്റ, മറ്റേത് വരുമ്പോൾ ഫൽ യതഅവദ്, അവൻ അള്ളാഹുവിൽ അഭയം തേടണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശൈത്താനു യഅദുക്കുമുൽ ഫഖറ വയഅമുറുക്കും ബിൽ ഫഹ്ഷ എന്ന് പറയുന്ന ആയത്ത് പാരായണം ചെയ്തു. ഇതൊക്കെ നമ്മൾ ശരിക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ, ബോധമുള്ളവരാണെങ്കിൽ, ശൈത്താനെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ ഈ സംഗതികളൊക്കെ വേഗം മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. നേരെ മറിച്ച് പ്രാക്ടീസ് ഇല്ല, കേവലം ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, അറിവില്ല എങ്കിൽ ഈ പറയുന്നതും അള്ളാഹ് വരണതും ശൈത്താൻ വരണമെന്നും അറിയാനും പോകുന്നില്ല. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഈ ബോധം, ബുദ്ധിയും ഈ സാധനമൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ദീനിനെ മനസ്സിലാക്കേണ്ടത്. കേവലം ഒരു ആചാരം കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ എന്നുള്ള നിലക്കല്ല. അങ്ങനെയല്ല നമ്മൾ ഈ വിശ്വാസി, ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിശ്വാസി എന്ന് പറയുന്നത് അതൊന്നല്ല. വിട്ടുവീഴ്ചയുടെ വികാരം നമ്മിൽ ഉണരുമ്പോൾ എതിർവികാരം സൃഷ്ടിച്ച് പ്രകോപനമുണ്ടാക്കാൻ പിശാചിന് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട് പിശാചിനെ പ്രതിരോധിക്കാൻ മനുഷ്യനും കഴിയും. കാരണം പിശാചിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും എളുപ്പവും നല്ലതുമായ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ അള്ളാഹുവിൽ അഭയം തേടുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കൊന്നും പിടിതരുന്ന രൂപത്തിലല്ല അങ്ങേരുടെ നിൽപ്പ്. അതുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട നമ്മൾ വരും വരായികം ഒക്കെ കാട്ടിയിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. അതും ഈ പിശാചിൻ്റെ കുത്തുകളാണ്. മറ്റേത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, അവിവേകികളായിട്ട് എന്തെങ്കിലും ചർച്ചയും സംവാദങ്ങളും കാര്യമൊക്കെ വെച്ചിട്ട് അവരുടെ സമൂഹത്തിനുള്ളിൽ സ്ഥാപിക്കുക. ഇപ്പോൾ ആരിഫ് ഹുസൈനായിട്ട് സംവാദത്തിന് പോകുമ്പോൾ ഉണ്ടാകുമ്പോഴും സംഗതി അത് തന്നെയാണ്, അത് തന്നെ ഉണ്ടാകുക. ഇവർ ഒരിക്കലും ഇങ്ങോട്ട് നന്നാകാനൊന്നും വരാൻ പോകുന്നില്ല. കാരണം അവരവരുടെ നിലപാട് മാറ്റാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ അവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനങ്ങളുണ്ടാക്കും. കാരണം ഈ തഖ്വയുടെ മാർഗം എന്ന് പറയുന്നത് അത് ഈ ഖുർആനിലൂടെയും നബിചര്യയിലൂടെ ഒക്കെ പോകുമ്പോൾ മാത്രമേ കിട്ടുമോ. മറ്റേത് എന്ന് പറയുമ്പോൾ കേവലം യുക്തിയും ശാസ്ത്രമൊക്കെ വെച്ച് പറയുമ്പോൾ ഇതൊന്നും കയറിയിട്ടില്ലാത്ത ആളുകൾക്ക് വേഗം അതാണ് മനസ്സിലാകുക. അതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ, അവഗണിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ ആഴങ്ങളുള്ള സംഗതികളുണ്ട്. അത് നാലും വർത്താനം നമ്മൾ ഓനോട്ടോണ്ട് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഈ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ ഓടിക്കയറുന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. പിശാചിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള ഏകവും എളുപ്പവുമായ മാർഗം അള്ളാഹുവിൽ അഭയം തേടലാണ്. അത് ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരെ നമ്മൾ ഇതിൽ നിന്ന് പിശാചിൽ നിന്ന് അഭയം തേടണം. അതുകൊണ്ടാണ് നമ്മൾ പാരായണം അഊദ് കൊണ്ടൊക്കെ തുടങ്ങും.
അള്ളാഹുവിനെ അംഗീകരിക്കുകയും അവൻ്റെ മാർഗദർശനത്തെ അവലംബിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ശൈത്താന് യാതൊരു അധികാരവും അള്ളാഹു നൽകിയിട്ടില്ല. ചില സ്വാധീനങ്ങൾ, പ്രകോപനങ്ങൾ ഇത്രയുള്ളൂ. അല്ലാതെ മനുഷ്യൻ്റെ മേലിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ മാർഗദർശനത്തെ അവലംബിക്കുന്നവർ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക്, അതാണ് ഇന്നഹു ലൈസ ലഹു സുൽത്താനും അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ ഈ ജാഗരൂകരാകുക എന്നല്ലാതെ ഈ ചങ്ങായിനെ പേടിക്കേണ്ട യാതൊരു സംഗതികളുമില്ല. കാരണം നമ്മൾ കാണാത്തിടത്തുനിന്ന് നമ്മളെ ബോധപൂർവം വലിച്ചു ബലമായി പിടിച്ചു കൊണ്ടുപോകാനെന്നുള്ള അധികാരമൊന്നും അള്ള കൊടുത്തിട്ടില്ല. അള്ള എന്താ കഴിവേ കൊടുത്തിട്ടുള്ളൂ അതേ ആർക്കും ഉണ്ടാവുള്ളൂ. ആർക്കും അതേ ഉണ്ടാവുള്ളൂ. അത് ശൈത്താനാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും അള്ള കൊടുത്ത പരിധിയിലുള്ള സംഗതികളെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു സൃഷ്ടിക്കും ഒന്നും സാധ്യമല്ല. സൽചിന്തകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക, ദുശ്ചിന്തകൾ ഉണ്ടാകുമ്പോൾ ശൈത്താനിൽ നിന്ന് അഭയം തേടുക. അത് വാചികമായി തന്നെ വേണമെന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതായത് നമ്മൾ കേൾവി എന്ന് പറയുന്നത് വാക്കുമായി ബന്ധപ്പെട്ടിട്ടല്ലേ. അതുകൊണ്ടാണ് അള്ളാഹു അതിൻ്റെ അവസാനത്തിൽ വെച്ചിട്ട് സമീഉൻ അലീം എന്നൊക്കെ പറയുന്നത്. ഇന്നല്ലദീന തഖൗ, നിശ്ചയമായും തഖ്വയുള്ള മനുഷ്യന്മാർ, നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ തഖ്വയുള്ള മനുഷ്യർ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി, ശൈത്താനിലുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു സ്വാധീനമോ അവർക്ക് അനുഭവപ്പെട്ടാൽ, അങ്ങനത്തെ ആളുകൾക്ക് അത് വേഗം അറിയും. എവിടുന്ന് അത് വരണമെന്നും എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്നും ഒക്കെ അറിയും. അത് ഓരോരുത്തരുടെ ദറജ, ആ വിശ്വാസത്തിൻ്റെ തഖ്വയുടെ ദറജ കൂടുന്നതിനനുസരിച്ച് ഈ പിശാചിൻ്റെ പരീക്ഷണം കൂടും, അതിനെ തിരിച്ചറിയാനുള്ള ശേഷിയും കൂടും. അതങ്ങനെയാണ്. അതല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. തഖ്വയുള്ള ആളുകളെ അങ്ങനെ ബാധിക്കുമ്പോൾ തദക്കറു കണ്ട, അവർ ദിക്റുള്ളവരും പെട്ടെന്ന് അവർ ആ ജാഗ്രതാവസ്ഥയിലേക്ക് പോകും. അതായത് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഇതൊരു ശീലമാക്കുമ്പോഴാണ്. ബോധത്തിലായിരിക്കണം നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. കേവലമായ ഒരു ചടങ്ങ് എന്നുള്ള നിലക്കല്ല, ഒരു ആചാരം എന്നുള്ള നിലക്കല്ല. ബോധപൂർവം നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്താൽ അത് ആ പ്രാക്ടിക്കൽ മുസ്ലിമിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമിന് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് തദക്കറു എന്നാണ്. അവർ വേഗം അതിനെക്കുറിച്ചിട്ട് ഓർമ്മയുള്ളവരാകും. അത് അവരിലേക്ക് വേഗം. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യും ആൻറ്റിവൈറസൊക്കെ, അതുപോലെയാണ് വൈറസ് കയറിയാൽ മൂപ്പര് വേഗം തിരിച്ചറിയുന്നു. അത് ഈ തഖ്വ ആൻറ്റിവൈറസാണ് ഈ തഖ്വ എന്ന് പറയുന്ന ആ സംഗതി. അപ്പോൾ ഈ തഖ്വയുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്തിയുള്ള മനുഷ്യൻ നടത്താക്കരുത് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഈ പറയണതിൻ്റെ ഒന്നും മനസ്സിലാവില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിനെക്കുറിച്ച്, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച്, ഈ ശൈത്താനെക്കുറിച്ച് അള്ള പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഗ്രഹിച്ച് ആ ബോധം നിലനിൽക്കുന്ന ആളുകൾ, അങ്ങനത്തെ ഉള്ള ആളുകൾ, അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, അവരാണ് തഖ്വയുള്ള ആളുകൾ. ആ തഖ്വയുള്ള ആളുകൾക്ക് ഈ വൈറസ് കയറുമ്പോൾ അത് വേഗം അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കും. വൈറസ് കയറിയിട്ടുണ്ട്. തദക്കറു ഫഇദാഹും മുബ്സിറൂൻ കണ്ട, അപ്പോൾ അവർ ശരിക്കുതാ അവർ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു. ആരാണ് ഈ കയറിയതെന്ന്, എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ശരിക്ക് അവർക്ക് ഉൾക്കാഴ്ച നൽകുന്ന ഒരു സംഗതി അവരിൽ തന്നെ ഉണ്ടാവും. അതാ അവർ ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ഗംഭീരമായ വർത്തമാനങ്ങളായി പറയുന്നത്. ഇതൊക്കെ ദീന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങളാണ് അത് വരുന്നത്. ഇത് കേവലം അറിവ് കൊണ്ട് മാത്രം കിട്ടുന്ന സംഗതികളല്ല. അറിവ് കൊണ്ട് മാത്രം ഇത് കിട്ടില്ല. യഹ്വാനുഹും യമുദ്ദൂനഹും, എന്നാൽ അവരുടെ ആ ശൈത്താന്മാരുടെ യഹ്വാൻ, അതായത് ശൈത്താന്മാർ എന്തോ ഉദ്ദേശിക്കുന്നോ ആ ശൈത്താന്മാർ ഉണ്ടാക്കി കൊടുക്കുന്ന വികാരങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ആളുകളെയാണ് അവരുടെ യഹ്വാനുകൾ എന്ന് പറയുന്നത്. ആ യഹ്വാനുകൾ എന്താ ചെയ്യുക വെച്ചാൽ യമുദ്ദൂനഹും ഫിൽ ഗയ്യി, ഈ അവിവേകത്തിൽ അവരെ അങ്ങ് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നതാണ്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഈ അവിവേകത്തിൽ നിന്ന് ഇങ്ങോട്ട്
കയറാൻ പറ്റാത്ത രൂപത്തിൽ അവരെ വലിച്ചിഴച്ച് അതിൽ കൊണ്ടുപോകും. മറ്റവരെ ഇനിയിപ്പോൾ എന്തെങ്കിലും പിടികൂടിയാൽ തന്നെ അതൊരു വീഴ്ചയായിട്ടേ ഉണ്ടാവുള്ളൂ. അവർ വേഗം തട്ടിപ്പടഞ്ഞ് തടി സലാമത്താക്കും. ഇവർക്ക് അത് കഴിയില്ല. സുമ്മലായൊക്കുസിറോൻ, അതിൽ അവരൊരു കുറവും വരുത്തില്ല എന്നുള്ളതാണ്. അത് ഈ അള്ളാഹുവിൻ്റെ മാർഗം എന്തെന്നറിയാത്തവർ, അങ്ങനെ ഒരു മാർഗത്തെക്കുറിച്ച് ധാരണ പോലും ഇല്ലാത്തവർ, തഖ്വയില്ലാത്തവർ, ഈ ആളുകളെ അവരങ്ങനെ കൊണ്ടുപോകും. അതായത് ഷെയ്ത്താൻ്റെ പദ്ധതി തന്നെ അതാണ്. കാല റബ്ബി ബിമാ അഗ്വൈതനീ ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. ഇത് അള്ളാഹുവിനോട് ഈ ഇബ്ലീസ് എടുത്ത വെല്ലുവിളിയാണ്. നീ എന്നെ വഴിപിഴപ്പിച്ചതുകൊണ്ട്, അവിവേകിയാക്കിയതുകൊണ്ട്, അതായത് ഓൻ അവിവേകിയായത് അള്ളാഹുവിൻ്റെ കുഴപ്പമായിട്ടാണ് അവർ കാണുന്നത്. എല്ലാ അവിവേകികളുടെയും പ്രശ്നം തന്നെ. എല്ലാ അവിവേകികളും തൻ്റെ കുഴപ്പത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ പുരട്ടിയിൽ കെട്ടുക. അതിപ്പോൾ ഈ സംഘപരിവാറിൻ്റെ അവിവേകം നോക്കിയാൽ മതി. അവരുടെ പ്രശ്നത്തിൻ്റെ ഒക്കെ കാരണം നമ്മളാവും. അവരുടെ ഒരു കാരണവും ഉണ്ടാവില്ല. അത് എല്ലാ അവിവേകികളും, നമ്മൾ ഏത് അവിവേകികളെ എവിടെ എടുത്താലും അവരുടെ പ്രശ്നം അതാണ്. അവരുടെ ആ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം മറ്റുള്ളവരുടെ മേലിൽ ചാരും. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നന്നാവാൻ പോണില്ല. കാരണം ഇത് സ്വന്തം ഏറ്റെടുത്താൽ മാറ്റം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഇബ്ലീസും ചെയ്ത പരിപാടി. അതാണ്. അതുകൊണ്ട് ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂമിയിലുള്ളതൊക്കെ അവർക്ക് ഞാൻ മനോഹരമാക്കി കാണിച്ചു കൊടുക്കും. വലഉഗ്വിയന്നഹും അജ്മഈൻ, മുഴുവനത്തിനെയും ഞാൻ അവിവേകികളാക്കുന്നു. ഇത് ആരോടാണ്? ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞതാണ്. ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. വേറൊരുത്തിൽ പറയുന്നത് അങ്ങനെ. അതായത് അവൻ സ്വയം ഏറ്റെടുത്ത ദൗത്യമാണ്. തഖ്വയില്ലായ്മയാണ് അവനെയും ആ അവസ്ഥയിലെത്തിച്ചത്. ഈ തഖ്വയില്ലായ്മയാണ്. ആ അവസ്ഥയിലേക്ക് ഈ മനുഷ്യരെ മുഴുവൻ വലിച്ചു കൊണ്ടുപോകുമെന്നുള്ളത് അയാളുടെ പ്രതിജ്ഞയാണ്. ഇനി റസൂലിനോട് ഇവർ ചോദിക്കുന്നൊരു വർത്താനത്തിലേക്ക് വരാം. ഇദാലം തഅ്തിഹിം ബി ആയത്തിൻ, അതായത് അവർക്ക് അവിവേകത്തിൻ്റെ ആ വഴികളിലേക്ക് മനുഷ്യരെ ശൈത്താൻ വലിച്ചിഴക്കുന്നത് എങ്ങനെ എന്നുള്ളതും കൂടി ഒരു ചിത്രം തരാം. അവിവേകത്തിൻ്റെ വഴിയിലേക്ക് മനുഷ്യരെ വലിച്ചിഴക്കുന്നത് എങ്ങനെയാണ്? ആ ചോദ്യത്തിൻ്റെ ഒരു സാമ്പിൾ എന്താ വെച്ചാൽ, റസൂലിനോട് ഇവരിങ്ങനെ നിരന്തരം ചോദിക്കും, അത്ഭുതങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, അത് കാണിച്ചായോ, സ്വർണത്തിൻ്റെ കൊട്ടാരുണ്ടാക്കുക, തോട്ടുണ്ടാക്കുക, അതുണ്ടാക്കുക, ആകാശത്തിൻ്റെ ഒരു കഷ്ണം കണ്ട് താഴത്തേക്ക് വീഴ്ത്തുക, അങ്ങനെ പല സംഗതികളും പല പല ആയത്തുകളും ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ലൗലാ ജിത്തബൈതഹ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാത്തത്. ഇതാണ്. അതായത് മനുഷ്യൻ എന്ന ഈ സൃഷ്ടിയുടെ കൊടുത്തൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയെ മനുഷ്യൻ സ്വയം പരിഗണിക്കാതിരിക്കുക. എന്നിട്ട് അത്ഭുതങ്ങൾ ചോദിക്കുക. അത്ഭുതങ്ങൾ ആർക്കാ അത്ഭുതങ്ങൾ കൊടുക്കേണ്ടത്? ബനൂ ഇസ്രായേലിനൊക്കെ അത്ഭുതങ്ങൾ ഇങ്ങനെ കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ അടിമ സമൂഹമായിട്ട് ഇങ്ങനെ നിലനിന്നത് കൊണ്ടാണ്. അവരുടെ ഈ ദൈക്ഷണികമായ എല്ലാ സംഗതികളും എടുത്തു കളയപ്പെട്ട ഒരു സമൂഹം, ഷണ്ഡീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. നമ്മളിപ്പോൾ ഈ അത്ഭുതങ്ങൾക്ക് തോണ്ടിയെടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഷണ്ഡീകരിക്കപ്പെട്ടു പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ യാതൊരു അത്ഭുതത്തിൻ്റെയും ആവശ്യം നമുക്കില്ല. കാരണം നമ്മുടെ മുന്നിലുള്ളതൊക്കെ അത്ഭുതമാണ്. ആ അത്ഭുതങ്ങളെയൊന്നും കാണാതെ അവരാവശ്യപ്പെടുന്ന ചില അത്ഭുതങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ഇതന്നെയാണ് ഈ മനുഷ്യന്മാർക്കൊക്കെ പറ്റുന്നത്. ഈ മനുഷ്യന്മാർക്ക് ഒക്കെ പറ്റുന്ന പ്രശ്നം അതാണ്. അത് വെച്ചിട്ടാണ് ഈ മനുഷ്യന്മാരിനെ ഈ ശൈത്താന്മാരിലേക്ക്, ഇപ്പോൾ നമ്മൾ ഈ വലീജിൻ്റെ മക്ബറയുടെയൊക്കെ കഥകളിലേക്ക് പോയാൽ എന്താ കാണുന്നത്? അത്ഭുതങ്ങളല്ലേ? അത്ഭുതങ്ങൾ. ഈ വഴിയാണ് ഇവർ തിരഞ്ഞെടുക്കുകയെന്ന്. ശൈത്താൻ തിരഞ്ഞെടുക്കുന്ന വഴി അതാണ്. ശൈത്താൻ തിരഞ്ഞെടുക്കുന്ന വഴി അതാണ്. അതായത് മനുഷ്യൻ അവൻ്റെ ക്വാളിറ്റിയിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോഴാണ് ഈ സംഗതി ശൈത്താൻ ഇവരെ പിടികൂടാൻ കഴിയുന്നത്. അള്ളാഹു മനുഷ്യർക്ക് അവൻ്റെ ദൂതനിലൂടെ നൽകുന്ന ഈ മാർഗദർശനങ്ങൾ അത് മനുഷ്യന് ചേർന്ന വിധം ശ്രദ്ധിച്ചു കേൾക്കാതെ, മനനം ചെയ്യാതെ, ഗ്രഹിക്കാതെ, മനസ്സിലാക്കാതെ, എന്നിട്ട് അത്ഭുതങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇടയിലാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത്. ആ ഖുർആൻ ഇറങ്ങുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കാതെ ഒക്കെ അവർ ഈ അത്ഭുതങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റസൂല് പറയാം, നിങ്ങളിങ്ങനെ ചോദിക്കുന്നു, ഞാൻ നിരവധി തവണ പറയുന്നു, അത് എൻ്റെ കഴിവിൽപ്പെട്ടതല്ലെന്ന് പറയുന്നു, പിന്നെയും ചോദിക്കുന്നു, പിന്നെയും പറയുന്നു. ഖുർആനിൽ നിരവധി സ്ഥലത്ത് അതുണ്ട്. റസൂല് പറയാണ്, കുൽ ഇന്നമാ അത്തബിഉ മാ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹയി നൽകപ്പെട്ടതിനെ അല്ലാതെ എനിക്ക് പിന്തുടരാൻ കഴിയില്ല. എനിക്ക് പിന്തുടരാൻ, നിങ്ങളുടെ ഈ ജഹാലത്തിന് മറുപടി പറയാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. നിങ്ങളെ അവഗണിക്കാനാണ് എന്നോടുള്ള നിർദ്ദേശം. ഞാൻ എന്നിട്ട് എനിക്ക് എന്താണോ വഹയി നൽകുന്നത് എൻ്റെ റബ്ബിൽ നിന്ന് അതിനെ ഫോളോ ചെയ്യുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഹാദാ ബസായിറു മിർ റബ്ബിക്കും, ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള ഉൾക്കാഴ്ചകളാണ്.
വഹുദൻ നിങ്ങൾക്കുള്ള മാർഗദർശനമാണ്, വ റഹ്മത്തുൻ കാരുണ്യമാണ്. ആർക്ക്? ലി ഖൗമിൻ യുഅ്മിനൂൻ. ഇത് അള്ള പറയുന്നത് പോലെ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, വിശാലത്തിനെ അംഗീകരിക്കുന്ന, റസൂലിനെ അംഗീകരിക്കുന്നവർക്കുള്ള കാരുണ്യമാണ് ഇതൊക്കെ. റസൂലിനെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നത് മാത്രമായിരിക്കുന്നു അവരുടെ ചിന്ത. ഈ അവിവേകത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. അത് ഒരു സംഗതിയിലേക്ക് പിശാച് അതിലേക്ക് അങ്ങോട്ട് ആ അവിവേകത്തിലേക്ക് അവരങ്ങോട്ട് വലിച്ചിഴച്ചാൽ പിന്നെ അത് മാത്രമായിരിക്കും അവരുടെ ചിന്ത. അതിൽ കിടന്നിട്ട് ചളിയിൽ പൂഴുന്ന ആളുകളെ പോലെയാകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊന്ന് പുറത്തു വരില്ല. അതാണ് പൈശാചിക പ്രേരണകളെ പിന്തുടർന്നാലുണ്ടാകുന്ന അപകടം. അതാണ് പതിയെ പോയിട്ട് പിന്നെ അത് തന്നെ അതിൻ്റെ വർണ്ണമായി മാറുന്ന ഒരു സംഗതി ഉണ്ടാകും. അത് തഖ്വനെ പിന്തുടർന്നാലും ഉണ്ടാവും. അതാണ് സിബ്ഗത്തല്ലാഹ് എന്നൊക്കെ പറയുന്നത്, അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇതിവിടെ പിശാചിൻ്റെ വർണ്ണം സ്വീകരിച്ച് പിശാചിൻ്റെ ഇഖ്വാനുകളായിട്ട് മാറിയിട്ടുണ്ടാവും. അത് ഉണ്ടാകുന്ന അപകടമാണ്. ഇതിനൊക്കെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന അപകടമാണ്. ഈ പൈശാചികമായ പ്രേരണകളെ അവഗണിച്ച് അതിനെക്കുറിച്ച് തെറ്റ് എപ്പോഴെങ്കിലും പറ്റുന്നതിനെക്കുറിച്ചൊന്നല്ല ഈ പറയുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവാതെ ഇതിനെ പാടെ അവഗണിച്ച് നടക്കുമ്പോൾ പിശാചിൻ്റെ പിന്നാലെയാണ് ഈ നടക്കുന്നതെന്നും പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് കരകയറാനാവില്ല എന്നുള്ളതൊക്കെ അതാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെപ്പറ്റി പറയാം, നിങ്ങളുടെ ജഹാലത്തുകളെ അവഗണിക്കുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. എൻ്റെ രക്ഷിതാവ് എനിക്ക് ബോധനം നൽകിയതിനെ പിന്തുടരുകയല്ലാതെ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. ഇത് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള, നിങ്ങളുടെ സ്രഷ്ടാവിനെക്കുറിച്ച, പ്രപഞ്ചത്തിനെക്കുറിച്ച, നിങ്ങളെക്കുറിച്ച, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച യഥാർത്ഥ കാഴ്ചകളാണ്. അതാണ് ബസായിർ. ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഖുർആനിലൂടെ തരുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എങ്ങനെ ജീവിച്ചാലാണ് ജീവിത ലക്ഷ്യം നേടുക എന്നതിനെ സംബന്ധിച്ച മാർഗദർശനമാണ് ഹുദ. അതാണ് ഇത്. സർവോപരി ഇത് അംഗീകരിച്ചവർക്കുള്ള, വേണമെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന, സ്വീകരിക്കാവുന്ന സ്രഷ്ടാവിൽ നിന്നുള്ള കാരുണ്യമാണ്. കാരുണ്യം കിട്ടണമെങ്കിൽ അംഗീകരിക്കണം. പക്ഷേ ആർക്ക് മുന്നിലും ഇത് ഈ പാത തുറന്നു കിടക്കുന്നുണ്ട്. അതാണ് വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഉൾക്കാഴ്ച നൽകുന്നതും മാർഗദർശനവും കാരുണ്യവും ഒക്കെയായി അനുഭവപ്പെടണമെങ്കിൽ അതിനോട് എങ്ങനെ സമീപിക്കണം, ഖുർആനോട് എങ്ങനെ സമീപിക്കണം, അതും ഒരു സംഗതിയാണ്. ഒരിക്കലും ഖുർആൻ കേൾക്കരുത് എന്നായിരുന്നു അതിനെ നിഷേധിക്കുന്നവരുടെ നിലപാട്. അവിടെ അതിൻ്റെ നിലപാട് ഖുർആൻ പരിഭാഷപ്പെടുത്തരുതെന്നായിരുന്നു നമ്മുടെ ആളുകളുടെയും നിലപാട്. കാരണം എന്താ വെച്ചാൽ പരിഭാഷപ്പെടുത്തിയാലല്ലേ കേൾക്കുക, മനസ്സിലാക്കുക എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതന്നെ വേണ്ട. നിലപാടുകളുടെ സാമ്യം നോക്കണം നമ്മൾ. ഖുർആൻ കേൾപ്പിക്കുന്ന ഇടങ്ങളിൽ മറ്റു ശബ്ദങ്ങളാൽ അതിനെ മുക്കിക്കളയണമെന്നായിരുന്നു അവരുടെ വേറൊരു നിർദ്ദേശം. ലാ തസ്മഉ ലിഹാദൽ ഖുർആന വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, അതിൽ നിന്നിട്ട് വേറെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുക. അപ്പം എന്താവുമെന്ന് വെച്ചാൽ ഇത് ഇതാവും. ഇനി ഖുർആൻ്റെ സ്ഥാനത്ത് നമ്മുടെ സമൂഹത്തിൽ വന്ന എന്താ വെച്ചാൽ മാല, മൗലൂദ്, കിസ്സപ്പാട്ടുകൾ. കാരണം ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയത്ത് ഈ പാട്ടും മൗലൂദൊക്കെ പാടിയിട്ട് എന്താക്കി ഖുർആനെ ഇങ്ങോട്ട് തള്ളി വെച്ചു. അതായത് ഇതിൻ്റെ രീതിശാസ്ത്രമൊക്കെ പലയിടത്തും പലതാവും, പക്ഷേ ഉദ്ദേശം ഒക്കെ ഒന്ന് തന്നെയാവും. അതാണ് നമ്മൾ ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഭൂമിയിലെ ഉത്കൃഷ്ടരെന്ന നിലയിലും അള്ളാഹുവിൻ്റെ ഭൂമിയിലെ പ്രതിനിധി എന്ന നിലയിലും നിങ്ങൾ ഈ ഖുർആനോടെടുക്കേണ്ട നിലപാട് ഇതല്ല. മനുഷ്യരുടെ ക്വാളിറ്റിയെ മുൻനിർത്തിയിട്ട് അള്ള പറയണം. അവഗണിക്കലും കേൾക്കാതിരിക്കലുമൊന്നും മനുഷ്യന് ചേർന്ന സംഗതികളല്ല. പരിഗണിക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയുമാണ് മനുഷ്യർ ഈ ഖുർആനിനോട് ചെയ്യേണ്ടത്. ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് അത് ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് ഉള്ളത് അവിശ്വാസികളോട് മാത്രമുള്ള ഒരു വർത്താനമൊന്നല്ല. ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് അത് ശ്രദ്ധിക്കാതെ മറ്റു വർത്തമാനങ്ങളിൽ ഏർപ്പെടരുത്. അത് നമ്മൾ ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദയിൽ ഒന്നാണ്. ഖുർആനിനോട് കാണിക്കുന്ന അവഗണനയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾക്ക് മരണ വീടുകളിൽ അത് ശരിക്ക് കാണാം. അവിടെ ആർക്കും വേണ്ടിയല്ലാതെ ആരോ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നു. അതൊന്നും ആരും ശ്രദ്ധിക്കാതെ അവർ വേറെ വർത്തമാനങ്ങളിൽ അങ്ങനെ ഏർപ്പെടുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുർആൻ എവിടെയെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കേൾക്കണം. അഥവാ ശ്രദ്ധിച്ച് കേൾക്കാത്തിടത്തത് പാരായണം ചെയ്യണ്ട. അത് പാരായണം ചെയ്യേണ്ടതില്ല.
പ്രത്യേകിച്ച് ഉറക്കെ. സ്വന്തമായിട്ടൊക്കെ ഓരോരുത്തർക്ക് മെല്ലെ പാരായണം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ വേണം. ഇസ്ലാമിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ചില സദസ്സുകൾ, ചില പരിപാടികൾ, അവിടും കാണാൻ ഇങ്ങനെ റെക്കോർഡായിട്ട് ഇങ്ങനെ ഖുർആൻ വെച്ചേക്കണം. അവരെന്നിട്ട് ഇങ്ങനെ വേറെ വർത്തമാനത്തിലൊക്കെ അങ്ങനെ മുഴുകിയിട്ട് അതങ്ങനെ നടക്കും. അതൊന്നും ഇതിനോട് ചെയ്യുന്ന മര്യാദകളല്ല. ഈ ആയത്തിനെ തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഇമാമിൻ്റെ പിറകിൽ മഅ്മൂൻ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് 3 അഭിപ്രായങ്ങൾ ഫുഖഹാക്കൾക്കുണ്ട്. ഒന്ന്, ജഹരിയായ നമസ്കാരത്തിലായാലും സിരിയായ നമസ്കാരത്തിലായാലും, അതായത് ഉറക്കെ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിലായാലും മെല്ലെ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിലായാലും മഅ്മൂൻ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ആരുടെ അഭിപ്രായമാണ്? ഇമാം അബൂ ഹനീഫയുടെ, ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അബൂ ഹുറൈറ ഉദ്ധരിച്ച ഒരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്തുടരപ്പെടുന്നതിന് വേണ്ടി മാത്രമാകുന്നു ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിശബ്ദത പാലിക്കുക. ഇമാമ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിശബ്ദത പാലിച്ചു നിൽക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, ഒരാൾക്ക് ഇമാം ഉണ്ടെങ്കിൽ ഇമാമിൻ്റെ പാരായണം മഅ്മൂമിൻ്റെയും പാരായണമാണ്. ഇമാമിൻ്റെ പാരായണം മഅ്മൂമിനും ബാധകമാണ്. നമ്മൾ ചിലയിടത്തൊക്കെ അങ്ങനെ എടുക്കലുണ്ട്. അപ്പം നൃത്തത്തിൽ നമുക്ക് റക്കായത്ത് കിട്ടിയില്ലെങ്കിലും ഈ റുക്കൂയിൽ വന്നാൽ കിട്ടില്ലേ? അപ്പോൾ ഈ നൃത്തം എവിടെ പോയി? അവിടുത്തെ പാരായണമൊക്കെ പോയല്ലോ. അപ്പോൾ ഇല്ലേ, അവിടുത്തെ പാരായണം നൃത്തമൊക്കെ പോയില്ലേ? അപ്പോൾ നമ്മൾ അതിനെ അവലംബിക്കുന്നുണ്ട്, ചില രംഗത്ത് അവലംബിക്കും. രണ്ടാമത്തെ അഭിപ്രായം, ഇമാം സ്വകാര്യമായി പാരായണം ചെയ്യുമ്പോൾ മഅ്മൂമിനും പാരായണം ചെയ്യാം, നല്ല പാരായണം. ഇമാം ഉച്ചത്തിൽ പാരായണം ചെയ്യുമ്പോൾ മഅ്മൂം നിശബ്ദനായി അത് കേട്ട് നിൽക്കണം. ഇത് മാലിക്കി, ഹംബലി മദ്ഹബുകളുടെ നിലപാടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഖുർആൻ പാരായണം ചെയ്ത സഹാബാക്കളെ വിലക്കിയതായി പറയുന്ന നിരവധി ഹദീസുകളുണ്ട്. ആദ്യകാലത്തൊക്കെ അതാണ് അവരുടെ തെളിവ് അതാണ്. ഇനി 3, നമസ്കാരം സിറിയാവട്ടെ ജഹരിയാവട്ടെ ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ നമസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. ഇതാരുടെയാണ്? ഇമാം ഷാഫിയുടെ അഭിപ്രായമാണ്, ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായമാണ്. ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്ന ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസാണ് അദ്ദേഹത്തിൻ്റെ തെളിവ്, പ്രമാണം. അപ്പം എന്താ ഈ ആകെ കൊളായി നർത്ഥം? അപ്പം ആകെ പ്രശ്നമായി. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതന്മാർ അവർക്ക് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ അഭിപ്രായം പറയുക. ഇപ്പോൾ നമ്മൾ ഇമാം ഷാഫി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ബുഖാരി മുസ്ലിമിന് 10 വയസ്സാണ്, ബുഖാരിക്ക് 10. അതായത് മുഴുവൻ ഹദീസുകളൊന്നും ക്രോഡീകരിച്ച് ഇവരുടെ മുന്നിലേക്ക് കിട്ടിയിട്ടില്ല. ഹദീസുകൾ ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ബലാബലങ്ങൾ, അതിൻ്റെ റാവികൾ, അങ്ങനത്തെ സംഗതികളൊന്നും ഇങ്ങനെ നമുക്കിന്ന് കിട്ടുന്നത് പോലെ ക്രോഡീകരിക്കപ്പെട്ടിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയാം. കാരണം അവർക്ക് അതേ പറ്റുള്ളൂ, അതാണ് അവർ ചെയ്യേണ്ടതും. കാരണം അവർ ഇതിൻ്റെ ഒക്കെ ക്ലാരിറ്റി വരുത്താനുള്ള പരിശ്രമങ്ങളാണ്. കാരണം ലോകം മുഴുവൻ ഇസ്ലാം അങ്ങനെ വ്യാപിച്ചു, റസൂലും കുറച്ച് സഹാബാക്കളും എന്നുള്ളൊരു ഇതിനൊക്കെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിന് പരമാവധി ക്ലാരിറ്റി വരുത്തിയതുള്ളത്. അപ്പോൾ അതാണ്. അപ്പോൾ അവരുടെ ഈ അഭിപ്രായ വ്യത്യാസമൊന്നും നമ്മളെ കൺഫ്യൂഷനിലാക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ റസൂലിൻ്റെ ഒരു കൃത്യമായൊരു സംഗതിയൊക്കെ കണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ അഭിപ്രായമില്ല. പിന്നെ റസൂൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഷാഫി ഇമാമിനോട് ചോദിച്ചാൽ അയ്യെന്താ അങ്ങനെ ചോദിക്കാമെന്ന് ചോദിക്കാം. റസൂലിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിനക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവുമെന്ന്, അങ്ങനെ ഉണ്ടാവില്ല. എന്നതുപോലെ തന്നെ നമ്മുടെയും നിലപാട് അങ്ങനെയൊക്കെ തന്നെ ആവണം. ഒരു മദ്ഹബിൽ അങ്ങനെ പറഞ്ഞു, ഈ മദ്ഹബിൽ അങ്ങനെ പറഞ്ഞു, ഇക്കിഞ്ഞ് അത് അങ്ങോട്ട് ഒരു അടി അങ്ങോട്ട് വെക്കാൻ വയ്യാമെന്നല്ല. അതിനേക്കാൾ തെളിച്ചത്തോടെ ഹദീസുകളും ഖുർആാനൊക്കെ അങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മുടെ മദ്ഹബ് ഏതാ? അതാണ് നമ്മുടെ മദ്ഹബ്. അതാണ് ഈ സലഫുസ്സാലിഹീങ്ങളുടെ മദ്ഹബ് എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒന്നിൽ ഞാൻ അതിലെന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നതിൽ പോലെയല്ല ഈ മദ്ഹബിൻ്റെ സംഗതികൾ. നമ്മൾ ഇതിനൊക്കെ വിശാലമായിട്ട് മനസ്സിലാക്കുക. അതായത് നമുക്ക് ഏറ്റവും നന്നായി തോന്നുന്ന ഒരു അഭിപ്രായം, അതായത് ഖുർആൻ്റെയും ഈ ഹദീസുകളുടെയൊക്കെ സമന്വയിപ്പിച്ച് നമുക്ക് നോക്കുമ്പോൾ, അതായത് ഇമാമ് ഉറക്കെ പാരായണം ചെയ്യുമ്പോൾ നിശബ്ദരായി മഅ്മൂമുകൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക.
അത് അപ്പോഴേ നമ്മൾ ഈ ഖുർആൻ പറയുന്നതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ഇമാം പതുക്കെയാക്കുമ്പോൾ മഅ്മൂമുകൾ പതുക്കെ പാരായണം ചെയ്യുക. കാരണം ഉറക്കമുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം നമ്മൾക്ക് ഇതിനോട് ചെയ്യാവുന്ന ഒരു നീതിപൂർവമായ നിലപാട് ഈ ഹംബലി, മാലിക്കി അവരുടെ നിലപാടുകളായിരിക്കും ഏറ്റവും നമുക്ക് കൃത്യമായി തോന്നുന്ന നിലപാട് അതാണ്. അല്ലെങ്കിൽ നമ്മളെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇമാമ് ഖുർആൻ പാരായണം ചെയ്യുന്നു, നമ്മൾ ഫാത്തിഹ അങ്ങനെ ഓതുന്നു, ഒരിക്കലും മറ്റേത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചാൽ അത് കൊളാവും, നമ്മുടെ പാരായണം കൊളാവും, ഇല്ലേ? ഇത് ശ്രദ്ധിച്ചാൽ അത് കിട്ടൂല. അപ്പം നമ്മൾ ഇമാമ് ഉറക്കെ ഓതുമ്പോൾ നമ്മൾ നിശബ്ദരായി അത് കേട്ട് നിൽക്കുക. കാരണം ഇമാമിൻ്റെ പാരായണം നമുക്ക് മതിയാവുന്നതാണ്. അതല്ല, മറ്റത് നമ്മൾ കേൾക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നമുക്കും പാരായണം ചെയ്യാം. അതാണ് ഏറ്റവും ശരിയായിട്ട് നമുക്ക് തോന്നുന്ന അഭിപ്രായം. അല്ലാഹു വദ്കുർ റബ്ബക ഫീ നഫ്സിക തളറുഅൻ. അതായത് എന്നെയും സ്വാലിഹികളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം അവക്കൊന്നും യാതൊരു നിലക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവേ ഇല്ല. അള്ളാഹുവിന് കീഴ്പ്പെടുന്ന കാര്യത്തിൽ പൈശാചികമായ വല്ല പ്രലോഭനങ്ങളും അനുഭവപ്പെടുമ്പോൾ അള്ളാഹുവിൽ അഭയം തേടണം. വിശ്വാസികൾക്കുള്ള യഥാർത്ഥ കാഴ്ചകളും മാർഗദർശനവും കാരുണ്യവുമാണ് ഈ ഖുർആൻ. ഈ ഖുർആൻ്റെ പാരായണത്തെ സവിശേഷം ശ്രദ്ധിക്കുകയും നിശബ്ദമായി കേൾക്കുകയും ചെയ്യുക. തഖ്വയുള്ള മനുഷ്യരുടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ അതങ്ങനെയായിരിക്കണം. തഖ്വയുള്ള മനുഷ്യരുടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ അത് എങ്ങനെയായിരിക്കണം എന്നുകൂടി ഇനി നമ്മളോട് പറയാം. അള്ളാഹുവിനെക്കുറിച്ച സ്മരണ മനസ്സിലുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. കാരണം ഏതൊരു സംഗതിയും ഇബാദത്തായി മാറണമെങ്കിൽ അത് മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഈ തസ്ബീഹുകളൊക്കെ അല്ലേ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെല്ലും. അതിൻ്റെ നമ്മളുടെ എപ്പോഴും വിചാരം അതിൻ്റെ കേവലം ഒരു എണ്ണം തകക്കലാണെന്നാണ്. അങ്ങനെയല്ല, അത് ഉള്ളിൽ നിന്ന് ആണ് വരേണ്ടത്. അത് കുറച്ചൊക്കെ പതുക്കെ ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. എണ്ണത്തിനല്ല ഏറ്റവും മുൻഗണന, അത് ഉള്ളിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അത് എന്തിൻ്റെ ആശയം ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് സുബ്ഹാനല്ലാഹ്, എന്താണ് തസ്ബീഹ് എന്ന് പറയുന്നത്? അതിന് അടുത്തതിൽ വരും നമുക്ക് തസ്ബീഹ് എന്താണെന്ന്. നമുക്ക് സബഹ എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നാണ് ഈ തസ്ബീഹ് ഉണ്ടാകുക. സബഹ എന്ന് പറഞ്ഞാൽ നമ്മൾ നീന്തുന്നതിനാണ് പറയാം. മുസബ്ബഹ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വാക്ക് വരുന്നതെന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഈ സൂര്യചന്ദ്രനൊക്കെ ഇങ്ങനെ നീന്തണില്ലേ? എവിടെ നീന്തണ്? അന്തരീക്ഷത്തിലല്ലേ, അല്ലേ? എന്നതുപോലെ തന്നെ നമ്മൾ ഈ തസ്ബീഹിലാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു വലയത്തിലാകുക എന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ ഒരു വലയത്തിൽ, അവൻ്റെ അനുസരണത്തിൻ്റെ ഒരു വലയത്തിൽ, ഒരു തരിമ്പും അതിൽ നിന്ന് പുറത്തു പോകാത്ത. അതാണ് ഈ ഇതിനൊക്കെ കുറിച്ച് പറയുമ്പോൾ അവർ തസ്ബീഹിലാണെന്ന് പറയുന്നത്. അതാണ്. അപ്പം നമ്മൾ അതിനൊക്കെ കുറിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ആശയം എന്നുള്ളത് കൃത്യമായി നമ്മളൊന്ന് പഠിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് മനസ്സിലുറപ്പിച്ചിട്ട് പറയാൻ കഴിയുള്ളൂ. ഉറക്കെ പറയാൻ പറയുന്നത്, മാവ് കൊണ്ട് പറയാൻ പറഞ്ഞത് പറയുന്നേ വേണം. മനസ്സിൽ ഓർക്കാനേ വേണ്ടുള്ളൂ വിചാരിച്ചാൽ അത്ര ഓർത്താൽ മതി. ഇപ്പം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പറയേണ്ട കാര്യമില്ല. അത് പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വെറുതെ മനസ്സിലുണ്ടായാൽ പോരാ, അത് പറയണം. അപ്പോൾ അതൊക്കെ അള്ളാഹ് കൽപ്പിച്ച മാതിരി എവിടെയൊക്കെ എങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചോ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ തസ്ബീഹിലൊക്കെ ആകുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അത്. നമ്മൾ ഈ ഓരോ പ്രാർത്ഥനകളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് എന്താണെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ശരിക്കും ഒന്ന് ഗ്രഹിച്ചിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ഒരു യഥാർത്ഥ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോഴേ നമുക്കതിനോട് ആത്മാർത്ഥത പുലർത്താൻ പറ്റുള്ളൂ. ഉള്ളിൽ നിന്ന് വരുന്നതാക്കാൻ നമുക്ക് നിരന്തരമായ ശ്രമത്തിലൂടെയാണ് ഇതൊക്കെ പലപ്പോഴും കഴിയുക. പക്ഷേ എങ്ങനെ ആയാലും ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്താലേ അതിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അതുമാതിരി അതീവ വണക്കത്തോടെയും പ്രതീക്ഷയോടെയും, അതാണ് തളർറു എന്നാണ്. നല്ല പ്രതീക്ഷയുണ്ടായിരിക്കണം നമുക്കെപ്പോഴും അള്ളാഹുവിനെ കുറിച്ച്. അതുമാതിരി നമ്മളുടെ വണക്കവും അതേപോലെ വേണം. തളർറു, ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതുമാതിരി വളരെ ആദരവുണ്ടായിരിക്കണം. ഖീഫത്ത്, ഭയമുണ്ടായിരിക്കണം. ഭയം എന്ന് പറയുന്നത് പലപ്പോഴും പലതാവും. അപ്പോൾ സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നരകഭയമാവും, അല്ലെങ്കിൽ ശിക്ഷയുടെ ഭയമാവും.
കുറേയും കൂടി ഉയർന്ന തലത്തിലെത്തുമ്പോൾ അതിൻ്റെ അപ്പുറവും ആ അള്ളാഹുവിനോട് നമ്മൾ വേണ്ടത്ര ആദരവ് കാണിച്ചില്ല എന്നുള്ളതാവും നമ്മുടെ ഭയം. അതായത് ഇതൊക്കെ നമ്മളുടെ ഈ തഖ്വയുടെ വളർച്ചക്കനുസരിച്ച് അങ്ങ് വ്യത്യാസപ്പെട്ടു പോകുന്നതാണ് ഉണ്ടാവുക. അപ്പോഴും നരകമൊക്കെ അവിടെ ഉണ്ടാവും, അതിൻ്റെ ഭയമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് നമ്മൾ ആ അള്ളാഹുവിനോട് നമ്മൾ എന്തെങ്കിലും അനാദരവ് കാണിച്ചോ എന്നുള്ള തലത്തിലേക്കൊക്കെ അത് വളർന്നു പോകും. അപ്പോൾ അങ്ങനത്തെ പല സംഗതികളും ഉണ്ടാവും. അതാണ് ഈ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിൽ. ഇത് വായിക്കുമ്പോഴും ഈ ഖുർആൻ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ അതുണ്ടായിരിക്കണം. ഖുർആനോടുള്ള ആ സമീപനം. ദൂനൽ ജഹരി, ഈ പ്രാർത്ഥനയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉറക്ക തന്നെ വേണമെന്നില്ല. ഉറക്ക തന്നെ ഇല്ല, അത് അതിൻ്റെ ഇതിൽ ചേർന്നതല്ല. വാക്കുകൾ ഉറക്കാക്കുക. അതായത് ഈ ദിക്ർ എന്ന് പറയുമ്പോൾ അതിന് ഈ പറയൽ, ജപിക്കൽ എന്നൊക്കെ ഒരർത്ഥം കൂടി അതിനുള്ളത് കൊണ്ട് ചിലരൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് വായ കൊണ്ടുള്ള ഉരുവിടലാണെന്നാണ്. വായ കൊണ്ട് ദിക്ർ പല അർത്ഥത്തിലും ഖുർആനിൽ വരും. അത് മനസ്സിലോർക്കുന്നതിന് വരും, പറയുന്നതിന് വരും, ഓരോ കാര്യങ്ങളും അതിൻ്റെ സമയമനുസരിച്ച് ചെയ്യുന്നതിന് വരും, ഒക്കെ അങ്ങനെ ഖുർആനിൽ പലതിലും വരും. അതിൽ നിന്നാണ് ആളുകൾ ഒത്തുകൂടി അള്ളാഹുവിൻ്റെ അവദാനങ്ങളൊക്കെ തുടർച്ചയായി ഇങ്ങനെ വിളിച്ചു പോകുന്ന സമ്പ്രദായം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ദിക്ർ ഹൽക്കകൾ, ദുആ സമ്മേളനങ്ങൾ, ഈ വക സാധനങ്ങളൊക്കെ ഈ തെറ്റായ ഇതിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ ഈ ശരിയായതിലേക്കുള്ളതിൽ നിന്ന് മെല്ലെ തെറ്റിക്കുന്ന പരിപാടിയിൽ കൂടെ വന്നതാണ്. കാരണം റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും കാലത്ത് ഈ ദിക്ർ ഹൽക്കുകളും ഇല്ല. ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ ദിക്ർ ഹൽക്കില്ല. അതുമാതിരി ഇപ്പോൾ ഈ ഇവിടെയൊക്കെ കാണുന്നത് പോലെ ദുആ മജ്ലിസുകളും സമ്മേളനങ്ങളും മൈക്കവയ്ക്കലും ഒച്ചപ്പെടലും ആ സംഗതികളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിൽക്കാലത്ത് വന്നുകൂടിയ സാധനങ്ങളാണ്. ദിക്റിനെ അള്ളാഹു മനസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫീ നഫ്സിഹി എന്ന് പറഞ്ഞിട്ടാണ് കണ്ട. ഫീ നഫ്സിഹി എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് അതിനെ പറയുന്നത്. അതായത് ഈ സമ്പ്രദായത്തെ തന്നെ അള്ളാഹു നിരാകരിച്ചിട്ടുണ്ട്. ഈ ഒച്ച ഉണ്ടാക്കിയിട്ടുള്ള, ഈ ബാല ഉണ്ടാക്കിയിട്ടുള്ള ഈ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ള ഈ പരിപാടി അള്ളാഹു നിരാകരിച്ച ഒരു സംഗതിയാണ്. അത് ഇസ്ലാമിലുള്ള ഒരു സംഗതിയല്ല. ശബ്ദം കൂട്ടി പറയേണ്ട സംഗതികളുണ്ട്. ഇപ്പോൾ ഖുത്ബ എന്ന് പറയുന്നത് ഉറക്കെ പറയേണ്ടി വരും, എന്നാലേ ആളുകൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില സംഗതികളല്ലാതെ ഈ മൈക്കൊക്കെ വെച്ചിട്ട് ഈ ബഹളം വെച്ചിട്ട് കുറേ ദിക്റും സലാത്തും ദുആകളും ഒക്കെ അങ്ങനെ ലോകം മുഴുവൻ കേൾപ്പിച്ചിട്ടൊന്നും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രീതികളെയല്ല. നാവ് കൊണ്ട് ചൊല്ലാൻ കൽപ്പിച്ച ദിക്റുകൾ അത് നാവ് കൊണ്ട് തന്നെ വേണം. എന്നാൽ മനസ്സുകൂടെയില്ലാത്ത വെറും ശബ്ദങ്ങളല്ല അതൊന്നും. മനസ്സുകൂടെയില്ലാത്ത ശബ്ദങ്ങളൊന്നും ഒരിക്കലും അത് ഇബാദത്തായി മാറുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അള്ളാഹു കൽപ്പിച്ച വിധം പ്രവാചക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാതൃകയാക്കി ചെയ്യുമ്പോഴാണ് അത് ദിക്റാവുന്നത്. ശബ്ദകോലാഹലങ്ങൾ നിർമ്മിക്കപ്പെടുന്നതല്ല ദിക്റും ദുആകളുമൊന്നും. അതൊന്നും ശബ്ദകോലാഹലങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ടാണ് ഫൈദാ ഖുദിയത്തി സ്വലാത്ത ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ല. അതായത് ദിക്റായ നമസ്കാരം കഴിഞ്ഞിട്ടും വദ്കുറുല്ലാഹ കസീറൻ എന്നാണ്. വദ്കുറുല്ലാഹ കസീറൻ. അത് ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലൊക്കെ പള്ളിയിൽ നിന്നിറങ്ങിയാൽ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെയല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടമായിരിക്കണം. പള്ളിയിലാകുമ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലുമൊക്കെ പള്ളിയിൽ ഇറങ്ങിയാലാണ് കൂടുതൽ കാര്യം. പള്ളിയിൽ എങ്ങനെയായാലും അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും, ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ വളരെ അച്ചടക്കമൊക്കെ ഉണ്ടാവും. പക്ഷേ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ അടുത്തത് നമ്മുടെ വായിൽ നിന്ന് ചിലപ്പോൾ അവട്ടപ്പെടാത്ത വാക്കൊക്കെ ആവും ഇങ്ങോട്ട് കയറി വരിക. അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ വദ്കുറുല്ലാഹ പള്ളിയിരിക്കണേക്കാൾ കൂടുതൽ കസീറായിട്ട് നിങ്ങൾ അള്ളാഹുവിന് ദിക്റുണ്ടാവണം എന്ന് പറയുന്നത്. ഏത് നേരം ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം എന്നല്ല പറയുന്നത്. നമ്മളുടെ ഇടപാടുകൾ മുഴുവൻ പള്ളിയിലല്ല, പുറത്താണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതിലൊക്കെ അള്ളാഹുവിനെ ഇതാക്കുക. ഈ അസീൽ എന്താണ്? ബുക്രത്തം വ അസീൽ അല്ലേ? ബിൽ ഗുദുവി വൽ ആസാൽ എന്നാണ്. ഈ ഗുദുവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രാവിലെ അസീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചരിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സമയം അങ്ങനെയാണ്. അതായത് രാവും പകലും അല്ലെങ്കിൽ മുഴുവൻ സമയം. അതായത് ഈ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എവിടെയെങ്കിലും സവിശേഷമായ ഒരു രംഗത്തുള്ളതല്ല. ചില സവിശേഷമായ പറച്ചിലും ഇബാദത്തുകളും പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയാണെങ്കിലും ഈ ബോധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ പാടില്ല. അത് രാവാണെങ്കിലും പകലാണെങ്കിലും അത് പോകാൻ പാടില്ല. അതാണ് ശരിക്കും ദുആയും ഈ ദിക്റൊക്കെയുള്ള സംഗതി. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കണം. അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഒരു സാധനം പോലെ നമ്മുടെ ഉള്ളിൽ അതങ്ങനെ കെടുക്കണം. അത് വലാ തകും മിനൽ ഗാഫിലീൻ. അതില്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഗഫലത്തിലായി എന്നാണ് അർത്ഥം.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ തന്നെ. അത് ആ ദിക്ർ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതില്ലെങ്കിൽ നമ്മൾ ഗഫലത്തിലായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തിനെക്കുറിച്ചാണെങ്കിലും നമ്മളൊരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഏതൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സംഗതി നമ്മുടെ മുന്നിൽ ഇങ്ങനെ കയറി വന്ന് നിൽക്കുന്ന ഒരു സംഗതി ഉണ്ടാവണം. അതുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും, നമ്മൾ ശ്രമിച്ചാൽ കഴിയും. ഇനി അതിൻ്റെ ഒരു മാതൃക പറയാം. ഈ അള്ളാഹുവിന് നമ്മൾ ഈ ഇബാദത്ത് ചെയ്യുക, സുജൂദ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മാതൃക നമ്മുടെ മുന്നിലേക്ക് വരിക. അത് മലക്കുകളാണ്. അത് മാതൃക. ആ മാതൃകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഫോക്കസ് അതാ. മലക്കുകളെ പോലെ നമ്മൾ ആവണം എന്നല്ല. പക്ഷേ നമ്മൾ അടുത്ത പടിയിലേക്ക് പോവാൻ നിൽക്കുന്നത് എവിടുക്കാം? നമ്മളിപ്പോൾ ഭൂമിയിലാണിച്ചെങ്കിലും നമ്മൾ പോവാൻ നിൽക്കുന്നത് മലക്കൂത്തിൻ്റെ ഒരു ഘടനയിലേക്കാണ്. മലക്കുകളുടെ ഘടനയിലേക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ നമുക്ക് അള്ള തരുന്നതെന്ന് വെച്ചാൽ വലിയ പ്രതീക്ഷകളും വലിയ ഒരു ലോകം തുറന്നിട്ടില്ല. നമ്മളിപ്പോൾ ഈ വട്ടത്തിൽ ഈ ഭൂമിയിൽ കിടന്ന് കെട്ടിമറിയുന്നതല്ല. നമ്മൾ അതിൻ്റെ ഒക്കെ അപ്പുറമുള്ളൊരു സംഗതിയാണ്. അതിലേക്ക് ഉയരാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഖുർആൻ നമുക്ക് തന്നിട്ടുള്ളത്. അതിലേക്ക് ഉയരാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്തോ ഭയങ്കര സമ്പത്തിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് കെട്ടിമറിഞ്ഞ് അവസാനം എല്ലാവരും പോലെ നമ്മളും അങ്ങ് മരിച്ചങ്ങനെ പോവുക. കാരണം എത്രയോ സമ്പത്തുണ്ടായിട്ടും ഈ സമ്പത്തിന് വേണ്ടിയല്ലേ ഈ ട്രംപും പോലത്തവരൊക്കെ ഈ കളിക്കുന്നത്. എത്ര ട്രില്യൺ കണക്കിന് ടൺ സ്വർണ്ണമാണ് ഇവരുടെ അടുത്ത് കയ്യിൽ ശേഖരമുള്ളത്. എത്രയുണ്ട്. എന്നിട്ടും ഇവർക്കൊക്കെ അറിയാം ഈ ട്രംപ് അണ്ണൻ എന്ന് പറയുന്ന ആൾ നിരവധി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളാണ്. എങ്ങനെ വലിച്ചു നീട്ടിയാലും ഇനി അയാളുടെ കണക്കിന് തന്നെ അയാൾക്ക് എത്ര ഉണ്ടാവും. എന്നിട്ട് പോലും അതാണ് ഈ ഭൗതിക ലോകത്തിൻ്റെ ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ പ്രലോഭിപ്പിക്കാനുള്ള ശക്തി കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ തഖ്വ എന്ന് പറയുന്ന പരലോക എന്ന ബോധം എന്നുള്ള അള്ളാഹു എന്നുള്ള ബോധമില്ലാത്തവർക്ക് ഈ ഭൗതികത മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനപ്പുറത്ത് ശക്തിപ്പെടുത്തുമ്പോൾ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഭൗതികതയെ ഇതിനെ നമ്മൾ പ്രതിരോധിക്കാൻ കഴിയില്ല. നമ്മൾ കള്ളുടി മാറ്റാൻ ആരോഗ്യ ക്ലാസ് എടുക്കുന്നത് പോലെ അത് എടുക്കും തോറും കൂടെ ചെയ്യുക. അങ്ങനെ എത്ര അമേരിക്കയിലൊക്കെ ഉണ്ടായത്. നേരെ മറിച്ച് റസൂല് ചെയ്തെന്താ? അതിനെതിരെ തഖ്വാബോധം ഉണ്ടാക്കുക ചെയ്തത്. അതുകൊണ്ടാണ് അത് വിജയിക്കുന്നത്. അതേ സംഗതി തന്നെയാണ് ഇവിടെ. നമ്മൾ ഈ ഭൗതികത എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വിചാരിച്ചാലൊന്നും പോകുന്ന സംഗതിയല്ല. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പല സംഗതികളെയും സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹു ചെയ്യുന്നത്. ഇന്നല്ലദീന ഇൻദ റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ അടുക്കലുള്ളവർ, ആ സാമീപ്യം സിദ്ധിച്ചവർ, മുഖറബീങ്ങളായ അവർ, ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അവരുടെ ഇബാദത്തിനെ സംബന്ധിച്ച് അവരുടെ അടിമകളാകുക എന്നുള്ള അവരുടെ ആ സംഗതിയെ സംബന്ധിച്ച് അവർ ഒരിക്കലും അതിൻ്റെ പുറത്ത് കടക്കില്ല. ഇസ്തിക്ബാർ ഉണ്ടാവില്ല. ഈ ഇസ്തിക്ബാറാണല്ലോ ഇബ്ലീസിനുണ്ടായത്. ഇവർക്ക് ആ സംഗതിയെ ഉണ്ടാവില്ല. കാരണം അവരുടെ ഏറ്റവും അവരെ ആനന്ദിപ്പിക്കുന്ന സംഗതി ഇതായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം. നമ്മളിത് ശരിക്കും നമ്മൾക്ക് ഹജ്ജിൽ കാണാം. ഈ ശരിക്ക് ഈ കാഴ്ച ശരിക്കും നമുക്ക് ഹജ്ജിൽ കാണാം. ബൈത്തുൽ അതീഖ് എന്ന് പറയുന്ന ആ സംഗതി ഉണ്ടല്ലോ, വിമോചനം എന്ന് പറയുന്ന സംഗതി. അതീഖ് എന്ന് പറയുന്ന വിമോചനം, അതായത് സർവ ശിർക്കിൽ നിന്നും മനുഷ്യൻ വിമോചിതമായി അള്ളാഹുവിന് മാത്രം അടിമപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹജ്ജിലുള്ളത്. അതാണ് ഈ ഇബാദത്ത്. അതാണ് ഏറ്റവും വലിയ ആസ്വാദനം, മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആസ്വാദനം. ഇത് ഇവിടെ ആണെങ്കിലും പരലോകത്താണെങ്കിലും എവിടെയാണെങ്കിലും അതിലുമൊക്കെ വലിയൊരു ആസ്വാദനം അവർക്ക്. ഇതാണ് മലക്കിൻ്റെ ആസ്വാദനം. നമുക്കിപ്പോൾ ലൈംഗികതൊക്കെ ആസ്വാദിക്കണം, അതങ്ങനെ വെച്ച് തന്ന കാരണമല്ലേ. അള്ള വെച്ചു കൊടുക്കുന്ന ആസ്വാദനം നമ്മൾ വിചാരിക്കേണ്ട മലക്കുകളൊന്നും ആസ്വദിക്കുന്നില്ല എന്ന്. അത് ഗംഭീര ആസ്വാദനമാണ്. ഇബാദത്തിഹി വയുസബ്ബിഹൂനഹു, കണ്ട അവർ തസ്ബീഹിലാണ്. എന്താ ഈ തസ്ബീഹ്? അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ല, അവർ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അപ്പുറം ഒരു ചലനവും അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല. അതാണ് ഇപ്പോൾ സൂര്യചന്ദ്രന്മാരൊക്കെ തസ്ബീഹിലാണെന്ന് പറയുന്നത്. നമുക്ക് മാത്രമേ ഈ തസ്ബീഹിൽ നിന്ന് പുറത്തൊക്കെ കിടക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ഈ ജീവജാലങ്ങൾക്കൊന്നും ഈ തസ്ബീഹിൽ നിന്ന് പുറത്തൊക്കെ കിടക്കാൻ പറ്റില്ല. നമുക്ക് മാത്രമേ അതിനുള്ള വകുപ്പുള്ളൂ. അതുകൊണ്ടാണ് അവർ തസ്ബീഹിലാണ്. ഇതിലെ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. വലഹു യസ്സുദൂൻ, അവർ ഈ അള്ളാഹുവിനല്ലാതെ ആരെയും അവർ പ്രണമിക്കില്ല. അതുതന്നെയാണ് നമ്മളും ആവേണ്ടത്. നമ്മളുടെ ലക്ഷ്യം അതായിരിക്കണം. പക്ഷേ
പ്രലോഭനങ്ങളും ഭൂമിയൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ഖത്തഉകൾ നമുക്ക് സംഭവിക്കും, അത് ഉറപ്പാണ്. പക്ഷേ നമ്മളുടെ ലക്ഷ്യം അതായിരിക്കണം. ഖത്തഉകളൊന്നല്ല നമ്മുടെ ലക്ഷ്യമായിരിക്കണം, നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടതാണ്. കാരണം അടുത്ത പടിയിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത് അങ്ങോട്ടാണ്. അതായത് ഈ രസമുള്ളൊരു സംഗതി, മുഖദ്ദിമ വായിച്ചവർക്കറിയാം. മുഖദ്ദിമ വായിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഇബ്നു ഖൽദൂൻ്റെ. അദ്ദേഹം ഈ കാലത്തിൻ്റെ ഇവിടെ നമ്മുടെ ഡ്രാവിനൊന്നല്ല, പരിണാമമൊക്കെ ഇവർ പറയണേക്കാട്ടി മുമ്പ് അദ്ദേഹം പറയാം, ഓരോ സംഗതികളും അടുത്ത പടിയിലേക്ക് പരിണമിക്കാനായിട്ട് ഇങ്ങനെ ഉദ്യമിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഞൗഞ്ഞി കക്കൊക്കെ പോലെ അത് വേറൊരു തലത്തിലേക്കുള്ള പരിണാമത്തിൻ്റെ ഒരു തലത്തിലാണ് നിൽക്കുക. നമ്മുടെ ചില പനവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേറൊന്നിലേക്ക്. മനുഷ്യൻ അത് മലക്കൂത്തിലേക്ക് പരിണമിക്കാനായിട്ട് നിൽക്കുകയാണെന്ന് ഞാൻ പറയാം. അതായത് ഇതൊക്കെ ഇതിൽ ഈ ഖുർആനിലൂടെയാണ് അവർ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇത് ഇവിടെ സുജൂദിൻ്റെ ആയത്താണ്. ഈ ഖുർആൻ തുടങ്ങിയിട്ട് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് സുജൂദിൻ്റെ ആയത്ത് വരുന്നത് ഇവിടെ 15 ഇടങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദുകളുണ്ട്. അത് അറാഫിൽ, അറാദിൽ, അന്നഹലിൽ, ഇസ്രായിൽ, മറിയത്തിൽ, ഹജ്ജിൽ 2 ഫുർഖാനിൽ, അന്നമിൽ, അസ്സജദ, സ്വാദ്, ഉസ്സുലത്ത്, അന്നജുമ്, ഇൻഷിഖാക്ക്, അൽ അലക്ക്, അങ്ങനെ 15 ഇടങ്ങളിൽ ഇതുണ്ട്. അതായത് പാരായണം നമസ്കാരത്തിലായാലും അല്ലെങ്കിലും സുജൂദ് സുന്നത്താണെന്നാണ് പൊതു നിലപാട്. സുന്നത്ത് നമസ്കാരത്തിലായാലും ഫർദ് സുന്നത്തിലാവാം, ഫർദിൽ പാടില്ല എന്നൊരഭിപ്രായം ഇമാം മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് സുന്നത്തിൽ നമസ്കാരത്തിൽ ചെയ്യാം, ഫർദിൽ ഇത് വേണ്ട എന്നുള്ളത് മാലിക്കിൽ നിന്ന് അങ്ങനെ ഒരു ഇത്. അതിന് അദ്ദേഹം പറയുന്നത് 2 ന്യായങ്ങളാണ്. ഒന്ന്, തിലാവത്തിൻ്റെ സുജൂദ് അതിൽ ഒരു വർധനയുണ്ട് എന്നാണ്. ഇപ്പം നമ്മൾ ഒരു സുജൂദിൽ, ഒരു നിസ്കാരത്തിൽ സുജൂദിൻ്റെ ഒരു എണ്ണം ഉണ്ടാവുമല്ലോ, 4 സുജൂദ് 2 റക്അത്തിൽ എന്ന് പറയുമ്പോൾ ഇതാകുമ്പോൾ അതിലൊന്ന് വർദ്ധിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് നോക്കല്. പിന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ ഇതിൻ്റെ ക്രമമൊക്കെ തെറ്റും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഹറമിലൊക്കെ ഈ സുജൂദിൻ്റെ ആയത്ത് വരുമ്പോൾ എല്ലാവർക്കും ഈ സുജൂദൊന്നും ചെയ്യാം. ഇത് സുജൂദിൻ്റെ ആയത്താന്ന് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവർ നേരെ റുക്കൂയിൽ കവുക. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹറമിൽ ഞാൻ പല പ്രാവശ്യം അത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ പള്ളിയിലൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാവരും കാണുമല്ലോ, മറ്റേ കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി അത് ഇമാം മാലിക് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് ഈ പാരായണം ചെയ്യുമ്പോൾ പാരായകനും ശ്രോതാവും സുജൂദ് ചെയ്യണം. നമസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെയാണ് തിലാവത്തിൻ്റെ സുജൂദ്. സുജൂദ് ചെയ്യുന്നയാൾക്ക് വുളു ഉണ്ടായിരിക്കണം. സുജൂദിലേക്ക് പോകുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും തക്ബീർ ചൊല്ലണം എന്നാണ് ഇമാം ഷാഫിയുടെയും ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെയും നിർദ്ദേശം. വിരമിച്ചാൽ സലാം ചൊല്ലണം എന്നും അവർ പറയും. നമസ്കാരത്തിലെ തക്ബീർ വേണ്ടതുള്ളൂ എന്ന് ഇമാം മാലിക് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പല അഭിപ്രായങ്ങളുള്ള ഒറ്റ അഭിപ്രായമല്ല എന്നാണ്. തിലാവത്തിൻ്റെ സുജൂദിൽ വിവിധ ദിക്റുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിക്ർ ഇങ്ങനെയാണ്: സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതായത് എന്നെ സൃഷ്ടിച്ച, എനിക്ക് കാത് കീറിയ, എനിക്ക് ചെവി ഉണ്ടാക്കിയ, കണ്ണ് കീറിയ അവൻ്റെ ശക്തിയും അവൻ്റെ പവറും അഥവാ അവനാണ് ഏറ്റവും നല്ല സൃഷ്ടാവ് എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥന. സുജൂദിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്താലും കേട്ടാലും സുജൂദ് നിർബന്ധമാണെന്നാണ് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം. അത് പാരായണം ചെയ്താലും കേട്ടാലും. ഇതൊക്കെ ആണ് ഇതിൻ്റെ നമ്മൾ സുജൂദിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള സംഗതികൾ. നമ്മൾ ഏതായാലും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സുജൂദൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഒന്നൊക്കെ എടുത്തിരുന്നിട്ട് പാരായണം ചെയ്യുമ്പോൾ ഈ ഭാഗത്താൽ സുജൂദ് ചെയ്യണം എന്നുള്ളത് അതാണ് അതിൻ്റെ നിയമം. അതിൻ്റെ ഒരു വര ഉണ്ട്, അതിൻ്റെ മുകളിൽ ഖുർആനിൽ നമുക്ക് അതിൻ്റെ ഒരു വര കാണാം. അതാണ് സുജൂദിൻ്റെ അടയാളം. ചിലയിടത്ത് വര ഒരുത്തിലും ഈ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ചിഹ്നം വേറൊരുത്തിലാവും. അത് നോക്കിയിട്ടുണ്ടാവും, പലയിടത്തും അങ്ങനെ ഉണ്ടാവും. അവിടെ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സുജൂദിൻ്റെ വാക്ക് വരുന്നത് ആ വരയുടെ അടുത്താവും. പക്ഷേ സുജൂദ് ചെയ്യേണ്ടത് ആ ചിഹ്നം എവിടെയാണോ അവിടെയായിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാം. നമ്മളെ സൂറത്തുൽ അറാഫ് ഇവിടെ അവസാനിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്
നമ്മൾ അടുത്ത ക്ലാസ് സൂറത്തുൽ അൻഫാൽ നമ്മൾ തുടങ്ങും. അത് മദീനിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.